സഹഹാരി റേസ് പ്ലസിന്റെ പുതിയൊരു പാർട്ട് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും എന്ന ചാപ്റ്ററിന്റെ നമ്മുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഈ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ഒന്നാമത്തെ പാർട്ട് വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ്. ഒന്നാമത്തെ പാർട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം രണ്ടാമത്തെ പാർട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. എൻ്റെ പേര് ജോസ് കാപ്പൻ. നിങ്ങളെല്ലാം ഒത്തിരി സ്നേഹത്തോടെ ഈ വീഡിയോയിലേക്ക് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ അഞ്ചാമത്തെ ടൈപ്പിലേക്കാണ് ഇനി പോകുന്നത് അല്ലെ. 4 ടൈപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ ടൈപ്പില് ചോദ്യം നമ്മൾ പരിചയപ്പെടുന്ന ഇതാണ്: ഒരാൾ ഒരു തുണിക്കടയിൽ നിന്ന് 3 ഷർട്ടുകൾ വാങ്ങിയപ്പോൾ കടക്കാരൻ 2 ഷർട്ടുകൾ സൗജന്യമായി നൽകിയെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ചോദ്യം ഇതാണ്: 3 ഷർട്ടുകൾ വാങ്ങിയപ്പോൾ 2 ഷർട്ടുകൾ സൗജന്യമായി നൽകിയെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിക്കണം അല്ലെ. പലതരം ഡിസ്കൗണ്ടുകൾ നമ്മൾ കാണാറുണ്ട് പൊതുവെ, ശരിയല്ലേ മക്കളെ? പലതരം ഡിസ്കൗണ്ടുകൾ കാണാറുണ്ട്. അതായത് ഏതെടുത്താലും 50% ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ 20% മുതൽ 60% വരെ ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ 50% വരെ ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ 20% വരെ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കടകളിൽ പലതരം ഡിസ്കൗണ്ടുകളുണ്ട്. അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസ്കൗണ്ട് ആണ് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണോ, ബൈ 2 ഗെറ്റ് 1 ഫ്രീ അല്ലെ, ബൈ 3 ഗെറ്റ് 2 ഫ്രീ എന്നൊക്കെ കാണാറില്ലേ? അതുപോലെ ഒരു കച്ചവടമാണിത്. ഇവിടെ പറഞ്ഞേക്കുന്നത് ബൈ 3, 3 ഷർട്ട് എടുത്താൽ ഗെറ്റ് 2 ഫ്രീ എന്നാണ്. 3 ഷർട്ടുകൾക്ക് 2 ഷർട്ട് അവർ സൗജന്യമായിട്ട് തരും. എങ്കിൽ ആ കടക്കാരൻ കൊടുക്കുന്ന ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ് എന്നാണ് ചോദ്യം അല്ലെ. ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഡിസ്കൗണ്ടാ മക്കളെ? 1ന് 1 ഫ്രീ എന്ന് പറഞ്ഞാൽ അത് 50% ഡിസ്കൗണ്ട് ആണ്. 1ന് 1 ഫ്രീ എന്ന് പറഞ്ഞാൽ അത് 50% ഡിസ്കൗണ്ട് ആണ് കേട്ടോ. അപ്പം 50% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും എന്ന് എഴുതി വെക്കുന്നതും ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന് എഴുതി വെക്കുന്നതും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ ബൈ 3 ഗെറ്റ് 2 ഫ്രീ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഡിസ്കൗണ്ടിന് തുല്യമാണത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്കൊന്ന് ചെയ്യാം. അതായത് 3 എണ്ണത്തിന് അല്ലെ, 3 എണ്ണത്തിന് എത്ര എണ്ണം ഫ്രീ? 3 എണ്ണത്തിന് 2 എണ്ണം ഫ്രീ ആണോ? 3 എണ്ണത്തിന് 2 എണ്ണം ഫ്രീ, ശരിയാണോ? 2 എണ്ണം ഫ്രീ എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് എത്ര ശതമാനം ഡിസ്കൗണ്ടിന് തുല്യമാണ് എന്നാണ് അറിയേണ്ടത്. ഓക്കെ, ഇത് ചെയ്യാൻ ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞു തരാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇക്വേഷൻ ആണ്. എന്നിട്ട് അതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. മക്കളെ, 3 എണ്ണത്തിന് 2 എണ്ണം ഫ്രീ എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ: ഫ്രീ ഡിവൈഡഡ് ബൈ സം ഇൻറ്റു 100. എന്താ നമ്മുടെ ഇക്വേഷൻ? ഫ്രീ ഡിവൈഡഡ് ബൈ സം ഇൻറ്റു 100. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യം 5ാമത്തെ ടൈപ്പാണ്. ഇതൊന്ന് കാണാതെ പഠിച്ചേ ചോദ്യത്തിൻ്റെ പാറ്റേൺ. ഇത്തരം ചോദ്യം വന്നാൽ ഫ്രീ ബൈ സം ഇൻറ്റു 100 ആണ് ഉത്തരം എന്ന് മനസ്സിലാക്കി വെക്കുക. ഫ്രീ ബൈ സം ഇൻറ്റു 100. ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടിയത് 2 എണ്ണമാണ്. സമ്മ് 3ഉം 2ഉം കൂട്ടുന്നതാണ് സം. 5 2/5 ഇൻറ്റു 100 ആണ് മക്കളെ നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. 5ഉം 100ഉം കൂടെ വെട്ടിക്കളയാം. 20. 2 ഇൻറ്റു 20 ആൻസർ 40% എന്നാണ് കിട്ടുന്നത്. അതായത് 3 എണ്ണത്തിന് 2 എണ്ണം ഫ്രീ എന്ന് എഴുതി വെക്കുന്നതും 40% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും എന്ന് എഴുതി വെക്കുന്നതും ഒരേ ഡിസ്കൗണ്ട് ആണ്. 3 എണ്ണത്തിന് 2 എണ്ണം ഫ്രീ എന്ന് എഴുതി വെക്കുന്നതും 40% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും എന്ന് എഴുതി വെക്കുന്നതും സെയിം ആണ്. സെയിം ആണ്. കേട്ടല്ലോ? ഓക്കെ, അപ്പം ചെയ്യേണ്ട രീതി മനസ്സിലായല്ലേ? ഇത് ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചോണേ. ഇത്തരം ചോദ്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ ആണ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ ഇത്ര എണ്ണത്തിന് ഇത്ര എണ്ണം ഫ്രീ എന്ന് പറയുന്ന ചോദ്യങ്ങളിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ ഫ്രീ ആയിട്ട് എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കുക, ബൈ സം ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. മക്കളെ, കടക്കാരൻ എത്ര എണ്ണം കൊടുക്കുന്നുണ്ട്? 3 എണ്ണത്തിന് 2 എണ്ണം ഫ്രീ. അപ്പൊ 5 എണ്ണം കൊടുക്കുന്നുണ്ട് അല്ലെ. 5 എണ്ണം കൊടുത്തപ്പോൾ 2 എണ്ണം വെറുതെ കൊടുത്തു അല്ലെ. 5 എണ്ണം
കൊടുത്തതിൽ 2 എണ്ണം വെറുതെ കൊടുക്കുക. അപ്പൊ വെറുതെ കൊടുത്ത 2 എണ്ണം ആകെ കൊടുത്ത 5 എണ്ണത്തിന്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. 2 എണ്ണം 5 എണ്ണത്തിന്റെ എത്ര ശതമാനമാണെന്ന് അറിയാൻ 2/5 × 100 കണ്ടോ. ഒന്നുകൂടെ പറയാം, 5 എണ്ണം കൊടുത്ത കൂട്ടത്തിൽ 2 എണ്ണം വെറുതെ കൊടുത്തതാ. 3 എണ്ണത്തിന്റെ പൈസയാ വാങ്ങിയത് അല്ലേ. അപ്പം 5 എണ്ണം കൊടുത്ത കൂട്ടത്തിൽ 2 എണ്ണം വെറുതെ കൊടുത്ത. അപ്പൊ വെറുതെ കൊടുത്ത 2 എണ്ണം ആകെ കൊടുത്ത 5 എണ്ണത്തിന്റെ എത്ര ശതമാനം നോക്കണം. വെറുതെ കൊടുത്ത 2 എണ്ണം ആകെ കൊടുത്ത 5 എണ്ണത്തിന്റെ എത്ര ശതമാനം നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങളെ ഈ നോട്ടിന്റെ നേരെ അതിന്റെ അർത്ഥം ഒന്ന് സെന്റൻസ് ആയിട്ട് എഴുതി വെച്ച്. ഇവിടെ സംഭവിച്ചത് 5 എണ്ണം കൊടുത്തപ്പോൾ 2 എണ്ണം വെറുതെ കൊടുത്തു. 5 എണ്ണം കൊടുത്തതിൽ 2 എണ്ണം വെറുതെ ആയിരുന്നു ആണോ. അപ്പൊ വെറുതെ കൊടുത്ത 2 എണ്ണം എഴുതി വെക്കണം. അങ്ങനെ വെറുതെ കൊടുത്ത 2 എണ്ണം ആകെ കൊടുത്ത 5 എണ്ണത്തിന്റെ എത്ര ശതമാനം എന്ന് നോക്കണം. 2/5 × 100 കേട്ടോ. വെറുതെ കൊടുത്ത 2 എണ്ണം ആകെ കൊടുത്ത 5 എണ്ണത്തിന്റെ എത്ര ശതമാനം. 2/5 × 100. അതാണ് അതിന്റെ കൺസെപ്റ്റ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഒരാൾ ഒരു കടയിൽ നിന്ന് 17 പേനകൾ വാങ്ങിയപ്പോൾ 8 പേനകൾ സൗജന്യമായി നൽകിയെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ്? 17 പേനകൾ വാങ്ങിയപ്പോൾ 8 പേനകൾ സൗജന്യമായി നൽകിയെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കണം അല്ലേ. നമുക്കറിയാം 17 പേനകൾക്ക് 8 പേനകൾ ഫ്രീ, 8 എണ്ണം ഫ്രീ അല്ലേ. ഇത്തരം ചോദ്യം വന്നാൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ നമുക്കറിയാം. ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ ഫ്രീ ഡിവൈഡഡ് ബൈ സം × 100. ഫ്രീ ആയിട്ട് കൊടുത്തത് 8, സം എന്ന് പറഞ്ഞാൽ 17ഉം 8ഉം 25 × 100 കുഞ്ഞുങ്ങളെ ആൻസർ ആയിട്ട് വരുന്നത്. 25ഉം 100ഉം കൂടെ വെട്ടിക്കളയാം. 4 തവണ n4 32% എന്ന ആൻസർ കിട്ടും. 32% എന്ന ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ കറക്റ്റ്, 32%. മുന്നോട്ട് അടുത്ത ചോദ്യം. 2 സാരികൾക്ക് 1 സാരി സൗജന്യമെങ്കിൽ 2 സാരികൾക്ക് 1 സാരി സൗജന്യമെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ്? അവർ പറഞ്ഞേക്കുന്നത് 2 സാരി വാങ്ങുമ്പോൾ അല്ലേ 1 സാരി ഫ്രീ ആണോ. ഒരെണ്ണം ഫ്രീ, 2 എണ്ണത്തിന് ഒരെണ്ണം ഫ്രീ. ഡിസ്കൗണ്ട് എത്ര ശതമാനമാണെന്നറിയാൻ ഫ്രീ ബൈ സം × 100. ഫ്രീ എന്ന് പറഞ്ഞാൽ 1 സം എന്ന് പറഞ്ഞാൽ 3 1/3 × 100 നമ്മുടെ ഉത്തരം അല്ലേ. ഫ്രീ ബൈ സം × 100 ആണോ. ആൻസർ 33.33% എന്ന് കിട്ടും. 33.33%. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത് അല്ലേ. 2 എണ്ണത്തിന് ഒരെണ്ണം ഫ്രീ അല്ലേ. അപ്പം വെറുതെ കൊടുത്ത ഒരെണ്ണം ആകെ കൊടുത്ത 3 എണ്ണത്തിന്റെ എത്ര ശതമാനം നോക്കണം. 1/3 × 100 ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം. കട എയിൽ 2 ഷർട്ടുകൾ വാങ്ങിയാൽ 3ാമതൊരു ഷർട്ട് സൗജന്യം. കട ബിയിൽ 34% ഇളവ്. ഏത് കടയിൽ കൂടുതൽ ഇളവ് ലഭിക്കുന്നത്? ഓക്കെ, അപ്പം 2 കടകളുണ്ട്. കട എ ഉണ്ട്, അതുപോലെ കട ബി ഉണ്ട്. കട ബിയിൽ 34% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏത് സാധനം എടുത്താലും 34% കുറവ് കിട്ടും. കട എയിൽ 2 ഷർട്ട് എടുത്താൽ ഒരെണ്ണം ഫ്രീ ആണ് എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലേത് കടയിൽ നിന്ന് സാധനം വാങ്ങുന്നതാണ് ലാഭം എന്നാണ് ചോദ്യം. 2 ഷർട്ടിന് 1 ഫ്രീ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ പഠിച്ചു അല്ലേ. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ ഫ്രീ ബൈ സം × 100. 1/3 × 100 അല്ലേ മക്കളെ ഇത്. 1/3 × 100 എന്ന് പറഞ്ഞാൽ 33.33%. അപ്പൊ കട എയിലെ ഡിസ്കൗണ്ട് 33.33% ആണ്. കട ബിയിലെ ഡിസ്കൗണ്ട് 34% ആണ്. അപ്പൊ എവിടെയാണ് കൂടുതൽ ഡിസ്കൗണ്ട് ഉള്ളത് എന്ന് ചോദിച്ചാൽ കട ബിയിലാണ് കൂടുതൽ ഡിസ്കൗണ്ട് ഉള്ളത്. ശരിയല്ലേ. മറ്റൊരിടത്ത് 33.3 ഉള്ളൂ. കട ബിയിൽ 34% ഡിസ്കൗണ്ട് ഉണ്ടാണോ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ കട ബി ആണ് കൂടുതൽ ലാഭകരം. ഓക്കെ, റെഡിയല്ലേ. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ഒരാൾ 100 പേനകൾ വാങ്ങിയപ്പോൾ അയാൾക്ക് 50% കിഴിവ് അനുവദിക്കപ്പെട്ടാൽ
അയാൾക്ക് എത്ര പേനകളാണ് വെറുതെ കിട്ടിയത് അല്ലെ? 100 പേന വാങ്ങിയപ്പം 50% കിഴിവ് കിട്ടിയെന്നല്ലേ മക്കളെ? അത് സിമ്പിളായിട്ട് ചെയ്യാം. 50% ആയതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാം. നമുക്കറിയാം 100 പേനയ്ക്ക് 100 പേന വെറുതെ കൊടുക്കുമ്പോഴല്ലേ 50% ഡിസ്കൗണ്ട്. ബൈ 1 ഗെറ്റ് 1 ഫ്രീ, 1ന് 1 ഫ്രീ കൊടുക്കുന്നതല്ലേ 50%. അപ്പൊ 5ന് 5 ഫ്രീ കൊടുക്കുന്നതല്ലേ 50%. 10ന് 10 ഫ്രീ കൊടുക്കുന്നതല്ലേ 50%. അപ്പൊ 100 പേനയ്ക്ക് 100 പേന ഫ്രീ കൊടുത്താലല്ലേ 50% ഡിസ്കൗണ്ട് ആകുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം 100 ആണെന്ന് സിമ്പിളായിട്ട് പറയാൻ പറ്റും. പക്ഷെ അത് 50% ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുന്നത് വേഗത്തിൽ. ഈ കണക്കിൽ 50% അല്ലാതെ ഒരു വാല്യൂ വന്നാൽ എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ച്, 100 പേന വാങ്ങിയപ്പോൾ എക്സ് പേനകൾ ഫ്രീ ആയിട്ട് കിട്ടി എന്ന് വിചാരിക്കുക. 100 പേന വാങ്ങിയപ്പോൾ എക്സ് പേനകൾ ഫ്രീ ആയിട്ട് കിട്ടിയെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഫ്രീ ബൈ സം ഇൻറ്റു 100 അല്ലേ ചെയ്യുന്നത്. ഫ്രീ എന്ന് പറഞ്ഞാൽ എക്സ്, സം എന്ന് പറഞ്ഞാൽ 100 പ്ലസ് എക്സ് ആണോ, ഇൻറ്റു 100 ആണോ. ഇങ്ങനെയാണ് എത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടി എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൻ്റെ ഉത്തരവാണ് അവർ 50% തന്നേക്കുന്നത്, ശരിയല്ലേ? അപ്പം ഇത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിച്ചാൽ എത്ര എണ്ണമാണ് ഫ്രീ ആയിട്ട് കിട്ടിയതെന്ന് മനസ്സിലാക്കാമല്ലോ. ഒന്നുകൂടെ പറയാം. 100 പേന വാങ്ങിയപ്പോൾ എക്സ് പേനകൾ വെറുതെ കിട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാൻ ഫ്രീ ബൈ സം ഇൻറ്റു 100 അല്ലേ ചെയ്യുന്നത്. അതായത് എക്സ് ബൈ 100 പ്ലസ് എക്സ് ഇൻറ്റു 100 ചെയ്യുന്നത്. ഇതിൻ്റെ ഉത്തരവാണ് നമുക്കിവിടെ 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. 50% ഡിസ്കൗണ്ട് കിട്ടി എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് എക്സ് ഇൻറ്റു 100ൻ്റെ ഉത്തരവാണ് 50. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചാൽ എത്ര എണ്ണം ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഈ 100നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പം എങ്ങനെ വന്നു മക്കളെ? എക്സ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് എക്സ്, 100 പ്ലസ് എക്സ് ഈക്വൽ ടു 50 ബൈ 100 എന്ന് വരും. അതായത് 1/2 എന്ന് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് എഴുതിയാൽ 2x എന്ന് വരും. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം അല്ലേ? അപ്പം 2x ഈക്വൽ ടു 100 പ്ലസ് എക്സ് എന്ന് വരും അല്ലേ മക്കളെ? എക്സ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എക്സിൻ്റെ വില 100 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 100 എന്ന് കിട്ടും അല്ലേ? ഈ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ 2x മൈനസ് എക്സ് എന്ന് വരും. എക്സിൻ്റെ വില 100 എന്ന് കിട്ടും. അപ്പം ഇവിടെ ഫ്രീ ആയിട്ട് കൊടുത്തത് 100 ആണ്. 100 പേനകൾക്ക് 100 പേന ഫ്രീ ആയിട്ട് കൊടുത്താലേ 50% ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് 50% ആയതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാം. ഇപ്പം 50%-ന് പകരം 30%, 20%, 5% ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഓർത്തിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞോട്ടെ മക്കളെ. അതായത് ഒരാൾ 100 പേനകൾ വാങ്ങിയപ്പോൾ അയാൾക്ക് എത്രയോ പേനകൾ സൗജന്യമായി കിട്ടി. അയാൾക്ക് ആകെ 50% ഡിസ്കൗണ്ട് കിട്ടി എന്നാ പറഞ്ഞേക്കുന്നത്. എങ്കിൽ എത്ര പേനകളാണ് സൗജന്യമായി കിട്ടിയതെന്നാ ചോദ്യം. അപ്പം ഞാൻ 100 പേനയ്ക്ക് എക്സ് പേന സൗജന്യമായി കിട്ടിയെന്നങ്ങ് അസ്യൂം ചെയ്തു. എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്ന് കാണാൻ ഇക്വേഷൻ ഫ്രീ ബൈ സം ഇൻറ്റു 100 ആണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ എക്സ്, സം എന്ന് പറഞ്ഞാൽ ഇതും കൂടെ കൂട്ടണം, 100 പ്ലസ് എക്സ് ഇൻറ്റു 100 അല്ലേ? ഇതാണ് കാണേണ്ടത്. ഇതിൻ്റെ ഉത്തരവാണ് 50% എന്ന് പറഞ്ഞു തന്നേക്കുന്നത്. അത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിച്ചെടുത്താൽ ഫൈനൽ ആൻസറായി. അപ്പം ഈ ഒരു പാർട്ട്, ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ നന്നായി മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പ് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒരു ടൂത്ത് പേസ്റ്റിൽ 25% കൂടുതൽ എന്ന് എഴുതിയിരിക്കുന്നു. എത്ര ശതമാനം കിഴിവിന് തുല്യമാണ് ഇത്? ഒരു ടൂത്ത് പേസ്റ്റിൽ 25% കൂടുതൽ എന്ന് എഴുതിയിരിക്കുന്നു. എത്ര ശതമാനം കിഴിവിന് തുല്യമാണിത് അല്ലേ? ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ഡിസ്കൗണ്ട് ആണ് ഇല്ലേ മക്കളെ? നമ്മൾ ചില ട്യൂബുകൾ, ചില ബോട്ടിൽസ് ഒക്കെ എടുക്കുമ്പോൾ അതിൽ 10% എക്സ്ട്രാ, 20% എക്സ്ട്രാ, 30% എക്സ്ട്രാ എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ? അത് ഒരു തരം ഡിസ്കൗണ്ട് ആണ്. പലതരം ഡിസ്കൗണ്ടുകളുണ്ട്. മുമ്പേ നമ്മൾ പരിചയപ്പെട്ടു ബൈ 1 ഗെറ്റ് 1 ഫ്രീ, ബൈ 2 ഗെറ്റ് 1 ഫ്രീ. അത് ഒരു മോഡൽ ഡിസ്കൗണ്ട് ആണ് ആണോ? ഇനി 10% എക്സ്ട്രാ, 20% എക്സ്ട്രാ എന്നൊക്കെ എഴുതി വരുന്നത് വേറൊരു തരം ഡിസ്കൗണ്ട് ആണ്, ശരിയല്ലേ? അപ്പൊ ഇവരെ നോക്കിയപ്പം ഒരു പേസ്റ്റിന്റെ കവറിൽ 25% എക്സ്ട്രാ എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. എങ്കിൽ ഇത് എത്ര ശതമാനം ഡിസ്കൗണ്ടിന് തുല്യമാണ് എന്നാണ് ചോദ്യം. അതായത് 25% എക്സ്ട്രയ്ക്ക് തുല്യമായ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്.
25% എക്സ്ട്രാ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. 25% എക്സ്ട്രാ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എത്ര ശതമാനം കിഴിവിന് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിന് തുല്യമാണ് ഇത് എന്ന് കണ്ടുപിടിക്കണം. മക്കളെ, ഇത് ചെയ്യാൻ ഞാൻ ആദ്യം ഇതിൻ്റെ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം, എന്നിട്ട് അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഷോർട്ട് കട്ട് ഇങ്ങനെയാണ്. ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യയെ കാണത്തുള്ളൂ, 25, വേറെ സംഖ്യ ഒന്നുമില്ല അല്ലേ. ആ 25 അങ്ങോട്ട് എഴുതുക. ഓക്കെ അല്ലേ? ഇനി 25% കൂടുതൽ എന്നല്ലേ പറഞ്ഞേക്കുന്നേ? എപ്പോഴും കൂടുതൽ എന്ന് മാത്രമല്ലേ പറയുള്ളൂ, കാരണം ഒരിക്കലും കുറവാണെന്ന് അവർ പരസ്യം ചെയ്യുമോ? ഇല്ല. ആ 25 100നോട് കൂട്ടി താഴെ എഴുതുക. 125 ഇൻറ്റു 100 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പം ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യയെ കാണുള്ളൂ, അത് എഴുതി അത് 100നോട് കൂട്ടി താഴെ എഴുതണം. എപ്പോഴും ഇൻറ്റു 100 ചെയ്യുന്നതായിരിക്കും ഉത്തരം. മക്കളെ, വെട്ടിക്കളയുക. 25ഉം 125ഉം ഞാൻ വെട്ടിക്കളഞ്ഞു. എത്ര തവണ? 5 തവണ. 100/5. നമ്മുടെ ആൻസർ 20% എന്ന് കിട്ടി. അതായത് 25% എക്സ്ട്രായ്ക്ക് പകരമായ ഡിസ്കൗണ്ട് 20%. അതായത് 25% ക്വാണ്ടിറ്റി കൂട്ടി വാങ്ങുന്നതും വിലയിൽ 20% ഡിസ്കൗണ്ട് വാങ്ങുന്നതും ഒരേ അളവാണ്, ഒരേ തരം ഡിസ്കൗണ്ട് ആണ്. അപ്പൊ 25% എക്സ്ട്രയ്ക്ക് തുല്യമായ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാ? 20%. എന്താ അർത്ഥം എന്ന് മനസ്സിലായോ? ഒരു കടയിൽ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, എന്തെടുത്താലും 20% ഡിസ്കൗണ്ട്. മറ്റൊരു കടയിൽ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, എന്തെടുത്താലും 25% ക്വാണ്ടിറ്റി കൂട്ടിത്തരും. ഇപ്പം നിങ്ങൾ 1 കിലോഗ്രാം സാധനം വാങ്ങിയാൽ 1250 ഗ്രാം സാധനം തരും, 25% ക്വാണ്ടിറ്റി കൂട്ടിത്തരും. അപ്പോൾ 20% ഡിസ്കൗണ്ട് കൊടുക്കും എന്ന് പറയുന്നതും 25% ക്വാണ്ടിറ്റി കൂട്ടിത്തരും എന്ന് പറയുന്നതും ഒരേ അളവാണ്, ഒരേ തരം ഡിസ്കൗണ്ട് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ 25% എക്സ്ട്രയ്ക്ക് തുല്യമായ ഡിസ്കൗണ്ട് 20% കേട്ടോ. ഇനി ഇതൊന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ശ്രദ്ധിച്ച് കേട്ടെ മക്കളെ. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നിങ്ങൾ 100 ഗ്രാമിൻ്റെ പേസ്റ്റാണ് സാധാരണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക. 100 ഗ്രാമിൻ്റെ പേസ്റ്റ് വാങ്ങുന്നവരാണ് നിങ്ങൾ. ഓക്കെ, യെസ്. ഇതിന് 10 രൂപയാണ് വില എന്ന് വിചാരിക്കുക. അപ്പം 100 ഗ്രാമിൻ്റെ പേസ്റ്റാണ് നിങ്ങൾ സാധാരണ വാങ്ങുന്നത്, അതിൻ്റെ വില 10 രൂപയാണ്. ഇത്തവണ നിങ്ങൾ പേസ്റ്റ് വാങ്ങാൻ ചെന്നപ്പം ആ ട്യൂബിൻ്റെ സൈസൊക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ട് അല്ലേ? ട്യൂബിൻ്റെ സൈസൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതിൽ 10% എക്സ്ട്രാ, അല്ല 10 അല്ലല്ലോ, 25% എക്സ്ട്രാ എന്ന് വലിയതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 25% എക്സ്ട്രാ അല്ലേ? പക്ഷേ വില എത്ര തന്നെ? വില 10 രൂപ തന്നെ. വില കൂടിയിട്ടില്ല, പകരം അവർ കൂടുതൽ ക്വാണ്ടിറ്റി തരുന്നുണ്ട് പഴയ വിലയ്ക്ക്. അതല്ലേ അർത്ഥം? ഓക്കെ. അപ്പോൾ 25% എക്സ്ട്രാ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 125 ഗ്രാം ഇപ്പോൾ തരും എന്നാണ് അല്ലേ? ആദ്യം 100 ഗ്രാം ആണ് തന്നുകൊണ്ടിരുന്നത്, ഇപ്പം 25% എക്സ്ട്രാ തരും, അതായത് 125 ഗ്രാം നമുക്ക് തരും എന്നർത്ഥം അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച്, നമ്മൾ മുൻപേ ബൈ 1 get 1 ഫ്രീ, ബൈ 2 get 1 ഫ്രീ അത്തരം ചോദ്യങ്ങൾ ചെയ്തപ്പം അവിടെ ഇപ്പം 3 ഷർട്ടിന് 2 ഷർട്ട് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 5 എണ്ണം ആകെ കൊടുത്തു, അതിൽ 2 എണ്ണം വെറുതെ കൊടുത്തു. വെറുതെ കൊടുത്ത 2 എണ്ണം ആകെ കൊടുത്ത 5 എണ്ണത്തിൻ്റെ എത്ര ശതമാനം എന്ന് നോക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? 3 ഷർട്ടിന് 2 എണ്ണം ഫ്രീ എന്ന് പറയുമ്പം നമ്മൾ ഇക്വേഷനായിട്ട് കാണാതെ പഠിച്ച് ഫ്രീ ബൈ സം ഇൻറ്റു 100 ആണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനെന്ന്. ഇനി അതിൻ്റെ കൺസെപ്റ്റ് ഞാൻ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് 3ഉം 2ഉം 5 എണ്ണം കൊടുത്ത കൂട്ടത്തിൽ 2 എണ്ണം വെറുതെ കൊടുത്ത 2 എണ്ണം ആകെ കൊടുത്ത 5 എണ്ണത്തിൻ്റെ എത്ര ശതമാനം എന്ന് നോക്കണമെന്ന് അവിടെ പറഞ്ഞു. അതുപോലെ ഇവിടെ നോക്കിയേ, 125 ഗ്രാം അല്ലേ ഇപ്പോൾ കൊടുക്കുന്നേ? ഓക്കെ, 125 ഗ്രാം കൊടുക്കുന്നതിൽ 25 ഗ്രാം വെറുതെ കൊടുക്കുന്നതല്ലേ? 100 ഗ്രാമിൻ്റെ പൈസയാണ് 10 രൂപ, അതും ഇപ്പോൾ 10 രൂപ തന്നെയാണ് വാങ്ങുന്നത്. അപ്പം 100 ഗ്രാമിൻ്റെ പൈസയെ വാങ്ങുന്നുള്ളൂ, 125 ഗ്രാം കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പം 125 ഗ്രാം കൊടുത്തതിൽ 25 ഗ്രാം വെറുതെ കൊടുത്തതാണ് അല്ലേ? അപ്പോൾ വെറുതെ കൊടുത്ത 25 ഗ്രാം ആകെ കൊടുത്ത 125 ഗ്രാമിൻ്റെ എത്ര ശതമാനം നോക്കണം. വെറുതെ കൊടുത്ത 25 ഗ്രാം ആകെ കൊടുത്ത 125 ഗ്രാമിൻ്റെ എത്ര ശതമാനം എന്നറിയാൻ 25/125 × 100 ചെയ്യണം. ഇതാണ് അതിൻ്റെ ലോജിക്ക്.
അല്ലേ? 100ൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്തു. 100 ഗ്രാമിൻ്റെ സാധനം 10 രൂപയ്ക്ക് തരുമായിരുന്നു. ഇപ്പോൾ 25% എക്സ്ട്രാ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 125 ഗ്രാം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വില 10 രൂപ തന്നെ. 25% എക്സ്ട്രാ ഉണ്ട്. എത്ര ശതമാനം കിഴിവിന് തുല്യമാണെന്ന് അറിയാൻ വെറുതെ തന്ന 25 ഗ്രാം ആകെ തന്ന 125 ഗ്രാമിൻ്റെ എത്ര ശതമാനം നോക്കണം. 25/125 × 100 20% ഡിസ്കൗണ്ട് തുല്യം. അപ്പോൾ 25% എക്സ്ട്രാ എന്ന് പറയുന്നതും 20% ഡിസ്കൗണ്ട് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഒരു ജാം ബോട്ടിലിൽ 50% കൂടുതൽ എന്ന് എഴുതിയിരിക്കുന്നു. എത്ര ശതമാനം കിഴിവിന് തുല്യമാണ്? അല്ലേ? സോ 50% എക്സ്ട്രാ എന്ന് എഴുതിയിരിക്കുന്നു. എത്ര ശതമാനം ഡിസ്കൗണ്ടിന് തുല്യമാണിത്? ആണോ? നമുക്കറിയാം എങ്ങനെ ചെയ്യും. ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യയേ ഉള്ളൂ, 50. അത് എഴുതി ആ 50 100നോട് കൂട്ടി താഴെ എഴുതണം 150. 50/150 × 100 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. 50ഉം 150ഉം വെട്ടിക്കളയാം 3 തവണ. 100/3 33.33% നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 33.33%. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം, ഒരു ശീതള പാനീയത്തിൻ്റെ കവറിൽ 20% എക്സ്ട്രാ എന്ന് എഴുതിയിരിക്കുന്നു. എത്ര ശതമാനം ഡിസ്കൗണ്ട് കിഴിവിന് തുല്യമാണ് ഇത് എന്ന് കണ്ടുപിടിക്കണം. അല്ലേ മക്കളെ? എങ്ങനെ ചെയ്യും? 20% എക്സ്ട്രാ എന്നല്ലേ എഴുതിയിരിക്കുന്നേ. എത്ര ശതമാനം ഡിസ്കൗണ്ടിന് തുല്യമാണെന്ന് അറിയാൻ ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, 20 എഴുതി. അത് 100നോട് കൂട്ടി താഴെ എഴുതണം 120 × 100 ചെയ്താൽ നമ്മുടെ ഉത്തരവായി. ശരിയല്ലേ? ഇതും കൂടെ വെട്ടിക്കളയാം 6 തവണ. ഇതും കൂടെ വീണ്ടും വെട്ടിക്കളയാം. ഇത് 50, ഇത് 3 ആണോ? സോ 50/3 എന്നല്ലേ വരുന്നേ. ആൻസർ 16.66% എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അല്ലേ? അപ്പോൾ ഈ ഒരു മോഡൽ ചോദ്യങ്ങൾ പരിചയപ്പെട്ടല്ലോ. പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇത്ര ശതമാനം എക്സ്ട്രാ എന്നതിന് തുല്യമായ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ചോദ്യത്തിൽ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. ആ സംഖ്യ എഴുതുക, അത് 100നോട് കൂട്ടി താഴെ എഴുതുക, × 100 ഇതാ ഉത്തരവായി. അടുത്ത ടൈപ്പിലേക്ക് പോവാം. അടുത്ത ടൈപ്പ് ചോദ്യം ഇതാണ്. ടൈപ്പ് 7 ആണ് മക്കളെ. 25 പേനകളുടെ വാങ്ങിയ വിലയും 20 പേനകളുടെ വിറ്റ വിലയും തുല്യമായാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 25 pence ഈസ് ഈക്വൽ ടു ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് 20 pence, വാട്ട് ഈസ് ദ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്? അല്ലേ? അപ്പം നമുക്ക് ഒന്ന് എടുത്തെഴുതാം. ഇവർ പറഞ്ഞേക്കുന്നത് 25 പേനകളുടെ ആണോ? 25 പേനകളുടെ 25 പേനകളുടെ വാങ്ങിയ വില 25 പേനകളുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 20 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. അല്ലേ? എങ്കിൽ ലാഭമാണോ നഷ്ടമാണോ അത് എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കണം. 25 പേന വാങ്ങിയ വിലയ്ക്ക് 20 പേന വിറ്റു. ഇങ്ങനെ ഒരു കച്ചവടം നടത്തിയാൽ അതിൽ ലാഭമാണോ നഷ്ടമാണോ അത് എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കണം. ആദ്യം ഇതിൻ്റെ ഷോർട്ട് കട്ട് പറയാം, അതിനുശേഷം മറ്റൊരു മെത്തേഡും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ശ്രദ്ധിച്ചോ. ഇത്തരം ചോദ്യം വന്നാൽ ലാഭ അല്ലെങ്കിൽ നഷ്ട ശതമാനം കാണാൻ ഉള്ള ഇക്വേഷൻ വി ഡിവൈഡഡ് ബൈ വി × 100 ആണ്. എന്താ ഇക്വേഷൻ? വി ബൈ വി × 100. എന്താണ്? വി ബൈ വി × 100. വി ബൈ വി × 100. വി ബൈ വി × 100 എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില മൈനസ് വിറ്റ വില ഡിവൈഡഡ് ബൈ വിറ്റ വില × 100. വി ബൈ വി × 100. വി ബൈ വി × 100. വാങ്ങിയ വില മൈനസ് വിറ്റ വില ബൈ വിറ്റ വില × 100. ഇവിടെ വാങ്ങിയ വിലയുടെ സ്ഥാനത്തെ സംഖ്യ ഏതാ? 25 പേനകളുടെ വാങ്ങിയ വില എന്നല്ലേ. വാങ്ങിയ വിലയുടെ സ്ഥാനത്തെ സംഖ്യ 25 മൈനസ് വിറ്റ വിലയുടെ സ്ഥാനത്തെ സംഖ്യ 20 ആണോ? ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞാൽ വിറ്റ വിലയുടെ സ്ഥാനത്തെ സംഖ്യ 20 × 100 ആണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ആണോ? സോ 5 ഡിവൈഡഡ് ബൈ 20
5 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100. നമ്മുടെ ഉത്തരം 20ഉം 100ഉം വെട്ടിക്കളയാം. 5 തവണ 5 25% എന്നാണ് ആൻസർ കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ 25% ലാഭം എന്നാണ്. എങ്ങനെയാണ് ലാഭമാണെന്ന് മനസ്സിലായത് മക്കളെ? ചിഹ്നം പോസിറ്റീവായിട്ട് കിട്ടിയ ലാഭം, ഇവിടെ മൈനസ് വന്നാൽ നഷ്ടം അല്ലേ? ഇത് പ്ലസ് ആണെങ്കിൽ ലാഭം, ഇവിടെ മൈനസ് ആണെങ്കിൽ നഷ്ടം കേട്ടോ. ലാഭമാണോ നഷ്ടമാണോ നോക്കുന്ന ചിഹ്നം നോക്കിയാൽ, ചിഹ്നം പ്ലസ് വന്നാൽ ലാഭം, ചിഹ്നം മൈനസ് വന്നാൽ നഷ്ടം. ചിഹ്നം പ്ലസ് വന്നാൽ ലാഭം, ചിഹ്നം മൈനസ് വന്നാൽ നഷ്ടം. ഓക്കെ, ഇവിടെ ചിഹ്നം പ്ലസ് അല്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം 25% ലാഭം ഈ കച്ചവടത്തിൽ ലഭിക്കുന്നതാണ്. ഇതാണ് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം, ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു മെത്തേഡ്. ഇക്വേഷൻ മെത്തേഡ്, വേറെ ലോജിക് ഒന്നും ഇവിടെ പഠിക്കുന്നില്ല. ഇത്തരം ചോദ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റണം. ഈ ടൈപ്പിൻ്റെ ഹെഡിങ് ആയിട്ട് നിങ്ങളിങ്ങനെ എഴുതി വെച്ചോ, വാങ്ങിയ വില ഈക്വൽ ടു വിറ്റ വില എന്ന് പറയുന്ന ചോദ്യങ്ങളായത് അല്ലേ. വാങ്ങിയ വിലയും വിറ്റ വിലയും തുല്യമാണെന്ന് പറഞ്ഞു വരും അല്ലേ. കുറേ എണ്ണത്തിൻ്റെ വാങ്ങിയ വില ഈക്വൽ ടു കുറേ എണ്ണത്തിൻ്റെ വിറ്റ വില എന്ന് പറഞ്ഞു വരുന്ന ഒരു ടൈപ്പായത്. പരീക്ഷയ്ക്ക് വരുമ്പം ഇത് ടൈപ്പ് 7 നമ്മൾ പഠിച്ചതാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ പറ്റിയാൽ നമ്മൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യും. പലപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നോട്ട്ബുക്കിലുള്ളതും പരീക്ഷയ്ക്ക് വരുന്നതും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. വാങ്ങിയ വില ഈക്വൽ വിറ്റ വില എന്ന് പറയുന്ന ഒരു മോഡലാണ് ടൈപ്പ് 7. ഇങ്ങനെ വന്നാൽ ലാഭ അല്ലെങ്കിൽ നഷ്ടശതമാനം കാണാൻ വാവി ബൈ വി 100, വാങ്ങിയ വില മൈനസ് വിറ്റ വില ബൈ വിറ്റ വില 100 അല്ലേ. ഇനി ലാഭമാണോ നഷ്ടമാണോ അറിയാൻ ചിഹ്നം നോക്കണം. ഉത്തരം പ്ലസ് ആണെങ്കിൽ ലാഭം എന്നർത്ഥം, ഉത്തരം മൈനസ് ആണെങ്കിൽ നഷ്ടം എന്നർത്ഥം. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ഇനി മറ്റൊരു രീതിയിൽ ചെയ്താൽ, ഇവിടെ ശ്രദ്ധിച്ചേ, നമുക്ക് മറ്റൊരു കൺസെപ്റ്റും കൂടെ പറഞ്ഞു തരാം. ഇവർ പറഞ്ഞേക്കുന്നേ 25 പേനകളുടെ വാങ്ങിയ വില, അതായത് 25 CP ആണോ. 25 പേനകളുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 25 CP. ഇതും 20 പേനകളുടെ വിറ്റ വിലയും തുല്യം എന്ന് പറഞ്ഞാൽ 20 SPക്ക് തുല്യം. 25 CP എന്നത് 20 SPക്ക് തുല്യമാണ്. ഞാൻ ഇക്വേറ്റ് ചെയ്ത് മനസ്സിലായോ? CP എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില, അപ്പോൾ 25 എണ്ണത്തിൻ്റെ വാങ്ങിയ വില 25 CP അല്ലേ. SP എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വിറ്റ വില, അപ്പോൾ 20 എണ്ണത്തിൻ്റെ വിറ്റ വില 20 SP അല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് 25 CP ഈക്വൽ ടു 20 SP എന്ന് എഴുതാം. ക്ലിയർ ആണോ മക്കളെ? അതായത് CP എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില, അപ്പോൾ 25 എണ്ണത്തിൻ്റെ വാങ്ങിയ വില 25 CP. SP എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വിറ്റ വില, അപ്പോൾ 20 എണ്ണത്തിൻ്റെ വിറ്റ വില 20 SP. ഇത് രണ്ടും തുല്യമാണെന്ന ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി മക്കളെ 25 CP ഈക്വൽ ടു 20 SP എന്ന് കിട്ടിയാൽ ഇതിൽ നിന്ന് നമുക്ക് CP ഡിവൈഡഡ് ബൈ SP കണ്ടുപിടിക്കാം. CP ഡിവൈഡഡ് ബൈ SP ആണോ? CP ഡിവൈഡഡ് ബൈ SP കാണാൻ ഈ 25 ഇങ്ങോട്ട് പോകും അല്ലേ, ഈ SP ഇങ്ങോട്ട് വരും അല്ലേ. CPയുടെ താഴേക്ക് SP വന്നു, 20ൻ്റെ താഴേക്ക് 25 പോയി. ബാക്കി 20 ഡിവൈഡഡ് ബൈ 25 എന്ന് വന്നു. ഒന്ന് വെട്ടിക്കളഞ്ഞ് ചെറുതാക്കിയാൽ 4/5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ CPയുടെ റേഷ്യോ 4 SPയുടെ റേഷ്യോ 5 അല്ലേ. കോസ്റ്റ് പ്രൈസ് 4 സെല്ലിംഗ് പ്രൈസ് 5 ആണോ? ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കച്ചവടത്തിൽ പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ അർത്ഥം ഇതല്ലേ മക്കളെ, 4 യൂണിറ്റിന് വാങ്ങിയ സാധനം 5 യൂണിറ്റിന് വിറ്റെന്നല്ലേ. CP എന്ന് പറഞ്ഞാൽ 4 എന്ന റേഷ്യോയിൽ, SP എന്ന് പറഞ്ഞാൽ 5 എന്ന റേഷ്യോയിൽ. അപ്പം 4 യൂണിറ്റിന് വാങ്ങിയത് 5 യൂണിറ്റിന് വിറ്റാൽ എത്ര ശതമാനം ലാഭം കിട്ടുമോ അതേ ലാഭമാണ് ഈ കച്ചവടത്തിൽ കിട്ടുക. 4 യൂണിറ്റിന് വാങ്ങിയത് 5 യൂണിറ്റിന് വിറ്റെന്ന് പറഞ്ഞാൽ ലാഭം 1 യൂണിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ഇൻറ്റു 100 ചെയ്ത ഉത്തരവായി. കണ്ടോ, 1/4 ഇൻറ്റു 100. ആൻസർ എത്ര കിട്ടി? 25% കച്ചവടത്തിലെ ലാഭം. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്ന മറ്റൊരു രീതി. എന്നൂടെ പറയാം. 25 എണ്ണത്തിൻ്റെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 25 CP ആണ്. ഇത് 20 എണ്ണത്തിൻ്റെ വിറ്റ് വിലയ്ക്ക് തുല്യമാണെന്ന് പറഞ്ഞാൽ 20 SPക്ക് തുല്യമാണ്. അപ്പോൾ 25 CP എന്നത് 20 SPക്ക് തുല്യമാണ്. ഓക്കെ, ഈ CPയുടെ താഴേക്ക് SPനെ കൊണ്ടുവന്നു, അപ്പോൾ CP ബൈ SP എന്നായി. 20ൻ്റെ താഴേക്ക് 25നെ കൊണ്ടുവന്നു, അപ്പോൾ 20/25 എന്നായി. വെട്ടി ചെറുതാക്കുമ്പോൾ 4/5 എന്നായി. അപ്പോൾ CPയുടെ റേഷ്യോ 4 SPയുടെ റേഷ്യോ 5. 4 യൂണിറ്റിൻ്റെ സാധനം 5 യൂണിറ്റിന് വിറ്റെന്നല്ലേ. അപ്പോൾ 1 യൂണിറ്റ് അല്ലേ അവിടുത്തെ ലാഭം.
കോസ്റ്റ് പ്രൈസ് 4 യൂണിറ്റ് അല്ലേ, ഇൻറ്റു 100 ചെയ്താൽ ലാഭശതമാനം കിട്ടില്ലേ? അപ്പം 4 യൂണിറ്റിന് സാധനം 5 യൂണിറ്റ് വിറ്റാൽ എത്ര ശതമാനം ലാഭം കിട്ടുമോ അതേ ലാഭം ഈ കച്ചവടത്തിൽ കിട്ടുമെന്നർത്ഥം. അപ്പോൾ 1/4 × 100 ആൻസർ 25% എന്ന് കണ്ടുപിടിക്കാം. ഈ കണക്ക് ചെയ്യുന്ന മറ്റൊരു മാർഗ്ഗം ഇതാണ്. ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പാറ്റേൺ പഠിച്ചു വെക്കുക, ഇത്തരം ചോദ്യങ്ങൾ റിവിഷൻ ചെയ്ത് തറവാക്കുക. പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ ഇത് പഠിച്ചതാണ്, ടൈപ്പ് 7 ആണെന്ന് ഓർമ്മ വരണം, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ശരി മക്കളെ, മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 48 കസേരകളുടെ വാങ്ങിയ വിലയും 60 കസേരകളുടെ വിറ്റ വിലയും തുല്യമായാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? 48 കസേരകളുടെ വാങ്ങിയ വിലയും 60 കസേരകളുടെ വിറ്റ വിലയും തുല്യമായാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? അല്ലേ? അപ്പം 48 കസേരകളുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 48 CP ആണ്. 48 കസേരകളുടെ വാങ്ങിയ വിലയും 60 കസേരകളുടെ വിറ്റ വിലയും തുല്യം. അപ്പം 48 CP = 60 SP എന്നാണ് കിട്ടുന്നത്. 48 കസേരകളുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ ഒരു കസേരയുടെ വാങ്ങിയ വില CP ആണെങ്കിൽ 48 കസേരകളുടെ വാങ്ങിയ വില 48 CP. ഇനി ഇത് 60 കസേരകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ = 60 SP. 48 CPയും 60 SPയും തുല്യം. ഇതാണ് ചോദ്യത്തിൻ്റെ പാറ്റേൺ. തിരിഞ്ഞു പോകരുത്, മാറരുത്. കുറേ എണ്ണത്തിന് വാങ്ങിയ വിലയും കുറേ എണ്ണത്തിന് വിറ്റ വില ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ലാഭ അല്ലെങ്കിൽ നഷ്ട ശതമാനം കാണാൻ നമ്മൾ പഠിച്ചു V/V എന്ന് പറയും. വാങ്ങിയ വിലയുടെ സ്ഥാനത്തെ സംഖ്യ 48 മൈനസ് വിറ്റ വിലയുടെ സ്ഥാനത്തെ സംഖ്യ 60. V/V ആണോ? V എന്ന് പറഞ്ഞാൽ വിറ്റ വിലയുടെ സ്ഥാനത്തെ സംഖ്യ 60 × 100 ആണ് നമ്മുടെ ഉത്തരം, അല്ലേ? -12 / 60 × 100 ആണോ? 12ഉം 60ഉം കൂടെ വെട്ടിക്കളയാം, 5 തവണ ആണോ? 100/5 എന്ന് പറഞ്ഞാൽ 20 ആണ്. ഉത്തരത്തിൽ ഒരു മൈനസ് ചിഹ്നം വരും. അതിൻ്റെ അർത്ഥം കച്ചവടത്തിൽ 20% നഷ്ടമായിരിക്കും. 20% നഷ്ടമായിരിക്കും എന്നതാണ്. മുന്നോട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 സാരികളുടെ വാങ്ങിയ വിലയും 10 സാരികളുടെ വാങ്ങിയ വിലയും 9 സാരികളുടെ വിറ്റ വിലയും തുല്യമായാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? 10 സാരികളുടെ വാങ്ങിയ വിലയും 9 സാരികളുടെ വിറ്റ വിലയും തുല്യമായാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? അപ്പോൾ 10 സാരികളുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 10 CP, ഇതും 9 സാരികളുടെ വിറ്റ വില എന്ന് പറഞ്ഞാൽ 9 SP. ക്ലിയർ അല്ലേ? അപ്പോൾ 10 സാരികളുടെ വാങ്ങിയ വില 10 CP ആണ്, 9 സാരികളുടെ വിറ്റ് വില 9 SP ആണ്. അപ്പോൾ 10 സാരികളുടെ വാങ്ങിയ വിലയും 9 സാരികളുടെ വിറ്റ് വിലയും തുല്യമാണ്. 10 CP = 9 SP ആണ്. എങ്കിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം നോക്കണം. നമുക്കറിയാം, ലാഭ നഷ്ട ശതമാനം കാണാൻ വാങ്ങിയ വില മൈനസ് വിറ്റ് വില ബൈ വിറ്റ് വില × 100. V/V × 100. വാങ്ങിയ വിലയുടെ സ്ഥാനത്തെ സംഖ്യ 10 മൈനസ് വിറ്റ് വിലയുടെ സ്ഥാനത്തെ സംഖ്യ 9 ബൈ വിറ്റ് വിലയുടെ സ്ഥാനത്തെ സംഖ്യ 9 × 100 ആണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ശരിയാണോ മക്കളെ? അപ്പോൾ ആൻസർ 1/9 × 100, അതായത് 100/9 എന്ന് വരും. ആൻസർ 100/9 എന്ന് വന്നാൽ എത്ര കിട്ടും മക്കളെ? 99 11.11% എന്ന് വരും. ശരിയല്ലേ? 11.11%. ഓപ്ഷൻ സി കറക്റ്റ്. പ്ലസ് ആണ് ഉത്തരത്തിൽ വരുന്നത്, അപ്പം ലാഭമാണ്. 11.11% ലാഭം എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് നമുക്ക് കിട്ടുന്നത്. മുന്നോട്ട് പോവാം. 21 സാധനങ്ങളുടെ വിറ്റ വിലയും 14 സാധനങ്ങളുടെ വാങ്ങിയ വിലയും തുല്യമായാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? 21 സാധനങ്ങളുടെ വിറ്റ വില എന്ന് പറഞ്ഞാൽ 21 SP ആണ്. 21 SP. ഇതും 14 സാധനങ്ങളുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 14 CP ആണ്. ഇത് രണ്ടും തുല്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. 21 സാധനങ്ങളുടെ വിറ്റ വില എന്ന് പറഞ്ഞാൽ 21 SP. ഇതും 14 സാധനങ്ങളുടെ വാങ്ങിയ വിലയും തുല്യം എന്ന് പറഞ്ഞാൽ 14 CP. അപ്പോൾ 21 SP = 14 CP എന്നാണ് വന്നേക്കുന്നത്. എങ്കിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ലാഭ നഷ്ട ശതമാനം കാണും. ഓർഡർ തിരിച്ചാണ് തന്നേക്കുന്നത്. ചോദ്യം സെയിം തന്നെ. വാങ്ങിയ വില ആദ്യം സാധാരണ പറയും, പിന്നെ വിറ്റ് വില പറയും എന്നത് മാറ്റി ആദ്യം വിറ്റ് വിലയുടെ കാര്യം പറഞ്ഞിട്ട് പിന്നെ വാങ്ങിയ വിലയുടെ കാര്യം പറഞ്ഞു എന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. V/V × 100. വാങ്ങിയ വിലയുടെ സ്ഥാനത്തെ സംഖ്യ മൈനസ് വിറ്റ് വിലയുടെ സ്ഥാനത്തെ സംഖ്യ ബൈ വിറ്റ് വിലയുടെ സ്ഥാനത്തെ സംഖ്യ 100. അപ്പോൾ 14 ആണ് വാങ്ങിയ വിലയുടെ സ്ഥാനത്തെ സംഖ്യ.
-21 വിറ്റ വിലയുടെ സ്ഥാനത്തെ സംഖ്യ ഡിവൈഡഡ് ബൈ 21 ഇൻറ്റു 100 നമ്മുടെ ഉത്തരം. ശരിയല്ലേ? ആണ്. അപ്പോൾ എത്ര കിട്ടും? -7/21 ഇൻറ്റു 100. ശരിയാണോ? വെട്ടിക്കളയുമ്പോൾ 100/3 എന്നല്ലേ വരുന്നത് മക്കളെ? 100/3 മൈനസ് ഉണ്ടേ. ആൻസർ -33.33% എന്ന് വരും. അതായത് കച്ചവടത്തിൽ നഷ്ടമാണ്. എത്ര ശതമാനം? 33.33% നഷ്ടമാണ് ഈ കച്ചവടത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എട്ടാമത്തെ ടൈപ്പ് കുറച്ച് കൺഫ്യൂഷനൊക്കെ വരുന്ന ഒരു പ്രത്യേക തരം ചോദ്യമാണ്. ശ്രദ്ധിക്കണേ. ചോദ്യം ഇതാണ്: 80 മീറ്റർ തുണി വിറ്റപ്പോൾ 20 മീറ്റർ തുണിയുടെ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം എത്ര? ബൈ സെല്ലിംഗ് 80 meters of cloth, a merchant gains an amount equal to the cost price of 20 meters. What is the gain percentage എന്നതാണ് ചോദ്യം. അതായത് 80 മീറ്റർ തുണി കച്ചവടം നടത്തിയപ്പോൾ 20 മീറ്റർ തുണിയുടെ വില ലാഭം കിട്ടി. അപ്പോൾ ഈ ടൈപ്പ് 8 ചോദ്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ഒരു കച്ചവടം നടത്തുമ്പം മക്കളെ ആ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം എങ്ങനെയാണ് പറയാറ്? ഒരു സാധാരണ കച്ചവടക്കാരൻ, ഓക്കെ, ഒരു ആപ്പിളോ ഓറഞ്ചോ മീൻ കച്ചവടക്കാരൻ, ഒരു സാധാരണ കച്ചവടക്കാരൻ അയാൾക്ക് കിട്ടിയ ലാഭം പറയുന്നത് രൂപയിലായിരിക്കും. ഇന്നത്തെ കച്ചവടത്തിൽ 500 രൂപ ലാഭം കിട്ടി, ഇന്നത്തെ കച്ചവടത്തിൽ 2000 രൂപയുടെ കച്ചവടം നടന്നു, നമുക്ക് 1000 രൂപ ലാഭമുണ്ട് അല്ലേ, ഇന്നത്തെ കച്ചവടത്തിൽ 5000 രൂപ ലാഭം കിട്ടി. അപ്പോൾ ഒരു സാധാരണക്കാരൻ അയാളുടെ ദൈനംദിന ജീവിതത്തിൽ കിട്ടുന്ന ലാഭം അയാൾ രൂപയിൽ പറയും ആണ്. എന്നാൽ ഒരു കമ്പനിയോ രജിസ്റ്റേർഡ് കമ്പനിയോ ഒരു ഷോപ്പൊക്കെ ആണെങ്കിൽ അവരുടെ ലാഭം അവർ പെർസെൻറ്റേജിൽ പറയും. ഇത്ര പെർസെൻറ്റേജ് ലാഭമുണ്ട് ഈ വർഷം അല്ലേ, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ലാഭത്തിൻ്റെ വർധനമുണ്ടായിട്ടുണ്ട് ആണോ. അപ്പോൾ ലാഭം രൂപയിലല്ല, ഇത്ര പെർസെൻറ്റേജ് മുടക്ക് മുതലിൻ്റെ ബേസിൽ പെർസെൻറ്റേജ് പറയും. എന്നാൽ ഈ രണ്ട് രീതിയിലുമല്ല ടൈപ്പ് 8 ചോദ്യങ്ങളിൽ ലാഭം പറയുന്നത്. ടൈപ്പ് 8 ചോദ്യങ്ങളിൽ ലാഭം പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണോ വിൽക്കുന്നത്, വിൽക്കുന്നതിൻ്റെ അളവിൽ ലാഭം പറയുന്ന ചോദ്യങ്ങളാണ് ടൈപ്പ് 8. അപ്പോൾ എന്താണ് ടൈപ്പ് 8 ചോദ്യങ്ങളുടെ പ്രത്യേകത? എന്താണോ വിൽക്കുന്നത്, വിൽക്കുന്നതിൻ്റെ അളവിൽ ലാഭം പറയുന്ന ചോദ്യങ്ങളാണ് ടൈപ്പ് 8 ചോദ്യങ്ങൾ. എന്താണോ വിൽക്കുന്നത്, വിൽക്കുന്നതിൻ്റെ അളവിൽ ലാഭം പറയുന്ന ചോദ്യങ്ങളാണ് ടൈപ്പ് 8 ചോദ്യങ്ങൾ എന്ന് മനസ്സിലാക്കണേ. കണ്ടോ, 80 മീറ്റർ തുണി വിറ്റപ്പോൾ 20 മീറ്റർ തുണിയുടെ വില ലാഭം കിട്ടി. കേട്ടോ, തുണി വിറ്റപ്പോൾ കിട്ടിയ ലാഭം തുണിയുടെ അളവിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം കാണുമ്പോൾ അത് ടൈപ്പ് 8 ചോദ്യമാണോ എന്ന് തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്: എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെ ലാഭം പറയുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ടൈപ്പ് 8ൻ്റെ ഹെഡിങ് ആയിട്ട് എഴുതി വെച്ച് എന്താണോ വിൽക്കുന്നത്, വിൽക്കുന്നതിൻ്റെ അളവിൽ തന്നെ ലാഭം പറയുന്ന ചോദ്യങ്ങൾ എന്ന് ടൈപ്പ് 8ൻ്റെ ഹെഡിങ് ആയിട്ട് എഴുതി വെക്കുക. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് കാണുമ്പോൾ വേഗം കണക്ട് ചെയ്യാൻ പറ്റും. എന്താണോ വിൽക്കുന്നത്, വിൽക്കുന്നതിൻ്റെ അളവിൽ തന്നെ ലാഭം പറയുന്ന ചോദ്യങ്ങൾ. ഇനി ഈ ചോദ്യത്തിലേക്ക് വരാം. 80 മീറ്റർ തുണി വിറ്റപ്പോൾ 20 മീറ്റർ തുണിയുടെ വില ലാഭമായി ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വില ലാഭമായി ലഭിച്ചു. ചോദ്യത്തിൽ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. വില ലാഭമായി ലഭിച്ചു എന്ന് എഴുതിയേക്കുന്നതിന് അവിടെ അണ്ടർലൈൻ ചെയ്യുക മക്കളെ. വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ, വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ കാണാതെ പഠിച്ചോണം. ലാഭശതമാനം ഈക്വൽ ടു ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100 ആണ്. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100 ആണ്. ഇവിടെ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാ? ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 20. വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാ? വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 80 ഇൻറ്റു 100 ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. 20 80 വെട്ടിക്കളയാൻ 4, 100/4 25% എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 25% കുഞ്ഞുങ്ങളെ. ഇത് ഇങ്ങനെ കാണാതെ പഠിക്കണം. ഇത് പല തരമുണ്ട്. ടൈപ്പ് 8ൽ തന്നെ പല വേരിയേഷനുള്ള ചോദ്യമുണ്ട്.
ഇവിടെ വില ലാഭമായി ലഭിച്ചു എന്ന് പറയും, അടുത്തത് വില നഷ്ടമായെന്ന് പറയും, അടുത്തത് വിറ്റ വില ലാഭമായി ലഭിച്ചെന്ന് പറയും, അടുത്തത് വിറ്റ വില നഷ്ടമായെന്ന് പറയും. ഇത് നിങ്ങൾ കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ അങ്ങ് കാണാതെ പഠിച്ചോ. വില ലാഭമായി ലഭിച്ചു എന്ന് ചോദ്യത്തിലുണ്ടെങ്കിൽ ലാഭശതമാനം കാണാൻ ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100 ചെയ്യണം. വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100 ചെയ്യണം. അപ്പൊ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ ഇൻറ്റു 100. ചോദ്യത്തിൽ ഒരു 2 സംഖ്യകൾ കാണും, ഒന്ന് ചെറുത് ഒന്ന് വലുത്. ചെറുത് ബൈ വലുത് ഇൻറ്റു 100 ഇതാ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ് ടൈപ്പ് 8 ചോദ്യങ്ങളുടെ പ്രത്യേകത? ടൈപ്പ് 8 ചോദ്യങ്ങളുടെ മുഴുവനായിട്ടുള്ള പ്രത്യേകത എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ ലാഭമോ നഷ്ടമോ പറയുന്ന ചോദ്യങ്ങളാണ്. അതിലെ ആദ്യത്തെ തരം എന്ന് പറഞ്ഞാൽ വില ലാഭമായി ലഭിച്ചാൽ എന്ന് പറയുന്ന ചോദ്യങ്ങളാണ്. വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം എത്ര എന്ന് വരും. ഇനി ഇവിടെ വില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാങ്ങിയ വിലയാണ്. വില എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ? വാങ്ങിയ വിലയാണ്. അത് എടുത്തു പറയുന്നില്ല എന്ന് മാത്രം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എമൗണ്ട് ഈക്വൽ ടു ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 20 മീറ്റേഴ്സ് എന്ന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എടുത്ത് പറയുന്നുണ്ട്. മലയാളം ക്വസ്റ്റ്യൻ പറയുമ്പം വില ലാഭമായി ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാങ്ങിയ വിലയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് പറയാനാണെങ്കിൽ 80 മീറ്റർ തുണി വിറ്റപ്പോൾ 20 മീറ്റർ തുണിയുടെ വാങ്ങിയ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം എത്ര എന്നാണ്. പക്ഷെ അങ്ങനെ കാണാറില്ല, വില എന്നേ കാണുള്ളൂ. വില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാങ്ങിയ വിലയാണ്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഈ 8ാമത്തെ ടൈപ്പ് എങ്ങനെ തിരിച്ചറിയും? അതായത് എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ ലാഭം പറയുന്ന ചോദ്യങ്ങളായിരിക്കും. ഇനി അതിൽ വില ലാഭമായി ലഭിച്ചു എന്നൊരു പ്രയോഗത്തോടെ ചോദ്യം വന്നാൽ ലാഭശതമാനം കാണാൻ ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ ഇൻറ്റു 100 ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം: ഒരാൾ 75 കിലോഗ്രാം പഞ്ചസാര വിറ്റപ്പോൾ 15 കിലോഗ്രാം പഞ്ചസാരയുടെ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം എത്ര? ആദ്യം ചോദ്യത്തിലേക്ക് നോക്കുക. എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെ ലാഭം പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാര വിറ്റപ്പോൾ കിട്ടിയ ലാഭം പഞ്ചസാരയുടെ അളവിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെ ലാഭം പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ വില ലാഭമായി ലഭിച്ചാൽ എന്നൊരു പ്രയോഗം വന്നിട്ടുണ്ട്. ഉണ്ടോ മക്കളെ? വില ലാഭമായി ലഭിച്ചാൽ, വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് ചെയ്യണം? വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100. 15 ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 100 നമ്മുടെ ഉത്തരവായിട്ട് വരും. 15ഉം 75ഉം കൂടെ വെട്ടിക്കളയാം 5 തവണ. 100/5 നമ്മുടെ ആൻസർ 20 എന്നാണ് കിട്ടുന്നത്. 20% എന്നതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 20%. ഓക്കെ അല്ലേ? ഓക്കെയാണ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം: ഒരാൾ 40 മേശകൾ വിറ്റപ്പോൾ 5 മേശകളുടെ വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്രയാണ്? നഷ്ടശതമാനം എത്രയാണ്? ഒരാൾ 40 മേശകൾ വിറ്റപ്പോൾ 5 മേശകളുടെ വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്രയാണ്? ഇവർ പറഞ്ഞേക്കുന്നത് 40 മേശകൾ വിറ്റു അല്ലെ. 40 മേശകൾ വിറ്റപ്പോൾ 5 മേശകളുടെ വില നഷ്ടമായി എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പോൾ എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെ ലാഭം അല്ലെങ്കിൽ നഷ്ടം പറയുന്ന ചോദ്യമാണ്. പക്ഷേ വില ലാഭമായി ലഭിച്ചു എന്നതിന് പകരം ഇവിടെ വില നഷ്ടമായാൽ എന്നാ വന്നേക്കുന്നത്. ആണോ മക്കളെ? ഓർക്കുക, വില നഷ്ടമായാൽ, വില നഷ്ടമായാൽ, വില ലാഭമായി ലഭിച്ചു എന്നല്ലാതെ വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്ര എന്ന് ചോദിച്ചാൽ, വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്ര എന്ന് ചോദിച്ചാൽ സെയിം ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100 അല്ലേ. അപ്പോൾ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം എത്ര എന്ന് ചോദിച്ചാലും വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്ര എന്ന് ചോദിച്ചാലും ഒരേ ഇക്വേഷനാണ്.
ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100. ഓർത്ത് വെക്കുക കേട്ടോ. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഉത്തരവായി. ആണോ? ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എത്ര കിട്ടും മക്കളെ? നഷ്ടശതമാനം ഈക്വൽ ടു ചെറിയ സംഖ്യ ഏതാ? ഇവിടെ ചെറിയ സംഖ്യ 5 ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഏതാ? 40 ഇൻറ്റു 100. 5/40 ഇൻറ്റു 100 ആണോ? സോ 5ഉം 40ഉം കൂടെ വെട്ടിക്കളയാം. 8 100/8 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 12.5% എന്നാണ്. 12.5% എന്നാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 12.5%. അപ്പോൾ ഓർത്തെ, എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെ ലാഭം അല്ലെങ്കിൽ നഷ്ടം പറയണം. 2, വില ലാഭമായി ലഭിച്ചാൽ എന്നോ വില നഷ്ടമായാൽ എന്നോ ഒരു പ്രയോഗമുണ്ടെങ്കിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടശതമാനം കാണാൻ ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ ഇൻറ്റു 100 ചെയ്യേണ്ടത്. സംശയമില്ലല്ലോ. ഇവിടെ വില എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ? വില എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വാങ്ങിയ വിലയാണ്. ആക്ച്വലി ഇത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ വാങ്ങിയ വില നഷ്ടമായാൽ എന്നാണ് കേട്ടോ. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഒരാൾ 60 ഉൽപ്പന്നങ്ങൾ വിറ്റപ്പോൾ 24 ഉൽപ്പന്നങ്ങളുടെ വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്ര? എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെയാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം പറഞ്ഞേക്കുന്നത്. വില നഷ്ടമായാൽ എന്നൊരു പ്രയോഗമുണ്ട്. അങ്ങനെ വന്നാൽ വില നഷ്ടമായാൽ നഷ്ടശതമാനം കാണാൻ നമുക്കറിയാം. എങ്ങനെയാണ് നഷ്ടശതമാനം കാണുന്നത്? ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ 200. 24 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. 6 വെച്ച് വെട്ടിക്കളയാം. ഇത് 4 തവണ. 6 വെച്ച് വെട്ടിയാൽ ഇത് 10 തവണ. ഈ 0 വെട്ടിക്കളയാം. ആൻസർ 40% എന്നാണ് കിട്ടുന്നത്. 40% ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. 40% നമ്മൾ ചെയ്തത് ക്ലിയറായി പക്കയായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സംശയമൊന്നുമില്ലല്ലോ. എങ്കിൽ മുന്നോട്ട് പോവാം മക്കളെ. ചോദ്യത്തിൻ്റെ പാറ്റേൺ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ചോദ്യം: ഒരാൾ വാങ്ങിയ വിലയ്ക്ക് വിൽക്കുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കിലോഗ്രാം തൂക്കക്കട്ടിക്ക് പകരം 900 ഗ്രാമിൻ്റെ തൂക്കക്കട്ടി ഉപയോഗിക്കുന്നു എങ്കിൽ അയാളുടെ ലാഭം എത്ര ശതമാനം? എന്താ ഇതിൻ്റെ അർത്ഥം? ഒരാൾ വാങ്ങിയ വിലയ്ക്ക് വിൽക്കുന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം ഒന്നും എടുക്കുന്നില്ല, ഞാൻ സേവനമാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു. അതായത് 50 രൂപയ്ക്കാണ് കടയിലേക്ക് പഞ്ചസാര വാങ്ങുന്നതെങ്കിൽ കസ്റ്റമേഴ്സിനും 50 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നു. അതാണ് വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കുക എന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ അർത്ഥം. ലാഭം ഒന്നും എടുക്കുന്നില്ല, സേവനമായിട്ടാണ് ചെയ്യുന്നതെന്ന് പ്രചരിപ്പിക്കുന്നു. ഓക്കെ. ഇനി അയാൾ കിലോഗ്രാം തൂക്കക്കട്ടിക്ക് പകരം 900 ഗ്രാമിൻ്റെ തൂക്കക്കട്ടിയെ വെച്ചേക്കുന്നത്. അതായത് 1000 ഗ്രാം വെക്കേണ്ട സ്ഥാനത്ത് അയാൾ വെച്ചേക്കുന്ന തൂക്കക്കട്ടി 900 ഗ്രാമിൻ്റെയാണ്. ശരിയാണോ? അപ്പം അയാൾ വാങ്ങിയ വിലയ്ക്ക് തന്നെ വിറ്റാലും അയാൾക്ക് ലാഭം കിട്ടും. കാരണം തൂക്കത്തിൽ കള്ളത്തരം കാണിക്കുന്നുണ്ട്. 1 കിലോഗ്രാമിൻ്റെ പൈസ വാങ്ങി 900 ഗ്രാമിൻ്റെ തൂക്കക്കട്ടി വെക്കുന്നുണ്ട്. 900 ഗ്രാമാണ് കൊടുത്തു വിടുന്നത്. 1 കിലോഗ്രാമിൻ്റെ പൈസ വാങ്ങി 900 ഗ്രാം കൊടുത്തു വിടുന്നയാളാ. അപ്പം അയാൾക്ക് കച്ചവടത്തിൽ ഉറപ്പായിട്ടും ലാഭമുണ്ട്, വാങ്ങിയ വിലയ്ക്ക് തന്നെ വിറ്റാലും, അല്ലേ? അയാളുടെ ലാഭം എത്ര ശതമാനം എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പം ഈ ചോദ്യം ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പം നമ്മൾ പഠിച്ച ചോദ്യമാണ് ഇതെന്ന് ഓർമ്മ വരില്ല. ഞാൻ ഈ ചോദ്യത്തെ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതുക. ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താ? ആളുകൾ സാധനം വാങ്ങാൻ വരും, അല്ലേ? 1 കിലോഗ്രാമിൻ്റെ പൈസ വാങ്ങും, എന്നിട്ട് അവർക്ക് കൊടുത്തു വിടുന്ന 900 ഗ്രാമാണ്, അല്ലേ? 1000 ഗ്രാമിൻ്റെ പൈസ വാങ്ങും, കൊടുത്തു വിടുന്നത് 900 ഗ്രാമാണ്. കാരണം 900 ഗ്രാമിൻ്റെ തൂക്കക്കട്ടി അവിടെ ഉള്ളത്. അപ്പോൾ അയാൾക്ക് എന്ത് കിട്ടും? 100 ഗ്രാമിൻ്റെ വില ലാഭം കിട്ടും, അല്ലേ? അപ്പോൾ ഓരോ 900 ഗ്രാം കൊടുത്തു വിടുമ്പോഴും 100 ഗ്രാമിൻ്റെ വില എത്രയാണോ അത് അയാൾക്ക് ലാഭമായി കിട്ടുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഓരോ 900 ഗ്രാം വിൽക്കുമ്പോഴും 900 ഗ്രാം വിൽക്കുമ്പോഴും 100 ഗ്രാമിൻ്റെ വില ലാഭമായി ലഭിക്കും, അല്ലേ? ഓരോ 900 ഗ്രാം വിൽക്കുമ്പോഴും, ശരിയല്ലേ? ഓരോ 900 ഗ്രാം വിൽക്കുമ്പോഴും എന്ത് കിട്ടും? 100 ഗ്രാമിൻ്റെ വില
ലാഭമായി ലഭിക്കും. വില ലാഭമായി ലഭിക്കും. ഇതാണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. ശരിയല്ലേ മക്കളെ? ഇതാണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് അല്ലേ? അപ്പൊ ഈ ചോദ്യത്തെ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഈ ചോദ്യത്തിന്റെ മറ്റൊരു ഫോമാണിത്. വാങ്ങിയ വിലയ്ക്ക് വിൽക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നു. കിലോഗ്രാം തൂക്കക്കട്ടിക്ക് പകരം 900 ഗ്രാമിന്റെ തൂക്കക്കട്ടി ഉപയോഗിക്കുന്നു. അതിന്റെ അർത്ഥം ഓരോ 900 ഗ്രാം കച്ചവടം നടത്തുമ്പോഴും അയാൾക്ക് 100 ഗ്രാമിന്റെ വില ലാഭം കിട്ടും. കാരണം 1000 ഗ്രാമിന്റെ പൈസ വാങ്ങി 1 കിലോഗ്രാമിന്റെ പൈസ വാങ്ങി കൊടുത്തു വിടുന്നത് 900 ഗ്രാമാണ്. അപ്പൊ ബാക്കി 100 ഗ്രാമിന്റെ വില എത്രയാണ്? അത് ലാഭമാണ് അല്ലേ? അപ്പൊ അവിടെ ഓരോ ആളുകൾ സാധനം വാങ്ങാൻ വരുമ്പോഴും അയാൾക്ക് കിട്ടുന്നത് ഓരോ 900 ഗ്രാം വിൽക്കുമ്പോഴും 100 ഗ്രാമിന്റെ വില ലാഭമായി ലഭിക്കും. ഇത് നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചത് തന്നെയല്ലേ? ഇവിടെ വില ലാഭമായി ലഭിക്കും എന്നൊരു പ്രയോഗമില്ലേ? 900 ഗ്രാം വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം ഈ ഗ്രാമിൽ തന്നെയല്ലേ? എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെയല്ലേ പറഞ്ഞേക്കുന്നേ? ഇങ്ങനെ വന്നാൽ ലാഭശതമാനം കാണാൻ നമ്മൾ പഠിച്ചത് ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ 100 ചെയ്യണം എന്നല്ലേ? ഇവിടെ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 100 അല്ലേ? വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 900 അല്ലേ? 100 ബൈ 900 ഇൻറ്റു 100 അല്ലേ മക്കളെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? സോ നമ്മുടെ ആൻസർ 11.11% എന്ന് കിട്ടും. കണ്ടോ? ഇതാണ് ചെറിയൊരു മാറ്റമുള്ള എന്നാൽ നമ്മൾ പഠിച്ച മോഡൽ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഒരാൾ വാങ്ങിയ വിലയ്ക്ക് വിൽക്കുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കിലോഗ്രാം തൂക്കക്കട്ടിക്ക് പകരം 900 ഗ്രാമിന്റെ തൂക്കക്കട്ടി ഉപയോഗിക്കുന്നു. അതിന്റെ അർത്ഥം ഓരോ 900 ഗ്രാം വിൽക്കുമ്പോഴും 100 ഗ്രാമിന്റെ വില ലാഭം ലഭിക്കുന്നു ആണോ? വില ലാഭമായി ലഭിച്ചു എന്ന് വന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വില ലാഭമായി ലഭിച്ചു എന്ന് വന്നാൽ നമ്മൾ തൊട്ട് മുൻപ് പഠിച്ച ടൈപ്പാണ് അല്ലേ? അങ്ങനെ വന്നാൽ ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ 100 ഇതാ ഉത്തരം കിട്ടുന്നല്ലേ? 900 ഗ്രാം വിൽക്കുമ്പോൾ 100 ഗ്രാമിന്റെ വില ലാഭം. എന്താണോ വിൽക്കുന്നത് അതിന്റെ അളവിൽ തന്നെ ലാഭം വരുന്നു. ഇനി വില ലാഭമായി ലഭിച്ചൊരു പ്രയോഗമുണ്ട്. ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ 100 ചെയ്യുമ്പോൾ ആൻസർ 11.11%. അടുത്ത ചോദ്യം ഒരു ചോദ്യോടെ ഒരാൾ കിലോഗ്രാം തൂക്കക്കട്ടിക്ക് പകരം 800 ഗ്രാമിന്റെ തൂക്കക്കട്ടി ഉപയോഗിക്കുന്നു. ഒരാൾ കിലോഗ്രാം തൂക്കക്കട്ടിക്ക് പകരം 800 ഗ്രാമിന്റെ തൂക്കക്കട്ടി ഉപയോഗിക്കുന്നു എങ്കിൽ അയാളുടെ ലാഭം എത്ര ശതമാനം? അതായത് കിലോഗ്രാം തൂക്കക്കട്ടി കടയിൽ വെക്കേണ്ട സ്ഥാനത്ത് അയാൾ 800 ഗ്രാമിന്റെ തൂക്കക്കട്ടിയെ വെച്ചേക്കുന്നു അല്ലേ? അയാളുടെ ലാഭം എത്ര ശതമാനം കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഓരോ 800 ഗ്രാം വിൽക്കുമ്പോഴും 200 ഗ്രാമിന്റെ വില ലാഭമായി ലഭിക്കും. നിങ്ങൾ ആ ചോദ്യം അങ്ങനെ ഒന്ന് എടുത്ത് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, ഓരോ 800 ഗ്രാം വിൽക്കുമ്പോഴും 200 ഗ്രാമിന്റെ വില ലാഭമായി ലഭിക്കും. അപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് അതിനെ മാറ്റി ഞാൻ ഈ പറയുന്ന പോലെ നോട്ടിലേക്ക് എടുത്ത് എഴുതി വെച്ചോണം കേട്ടോ. ഓരോ 800 ഗ്രാം വിൽക്കുമ്പോഴും 200 ഗ്രാമിന്റെ വില ലാഭമായി ലഭിക്കും അല്ലെ? 200 ഗ്രാമിന്റെ വില ലാഭമായി ലഭിക്കും. ശരിയല്ലേ? ലാഭശതമാനം കാണാൻ ലാഭമായി ലഭിക്കും. അപ്പൊ ലാഭശതമാനം കാണാൻ ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ 800. ചെറിയ സംഖ്യ 200, വലിയ സംഖ്യ 800. 200 ഡിവൈഡഡ് ബൈ 800 ഇൻറ്റു 100 നമ്മുടെ ഉത്തരവായിട്ട് വരും അല്ലേ? സോ ആൻസർ 25% എന്നാണ് കിട്ടുന്നത്. അപ്പം ഈ ഒരു മോഡൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പം തെറ്റിക്കാതെ ശ്രദ്ധിച്ച് ചെയ്തോണം. ഓക്കെ, അപ്പം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഈ ചോദ്യങ്ങളെല്ലാം ഒരേ പാറ്റേൺ ആണ്. കണ്ടോ? അതിൽ എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെ ലാഭം പറയും അല്ലെങ്കിൽ നഷ്ടം പറയും. വില ലാഭമായി ലഭിച്ചു എന്നൊരു പ്രയോഗം ഉണ്ടെങ്കിൽ ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ 100 ചെയ്യണം. വില നഷ്ടമായി എന്നൊരു പ്രയോഗമാണെങ്കിൽ സെയിം ഇക്വേഷൻ, ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ 100. ഇനി അതേ ചോദ്യം തന്നെ ഇത്തരത്തിൽ വരും. വാങ്ങിയ വിലയ്ക്ക് വിൽക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നു. കിലോഗ്രാം തൂക്കക്കട്ടിക്ക് പകരം ഇത്ര ഗ്രാമിൻ്റെ തൂക്കക്കട്ടി ഉപയോഗിക്കുന്നു, അയാളുടെ ലാഭം എത്ര ശതമാനം? അങ്ങനെ വന്നാൽ അതിനെ നമ്മുടേതായ രീതിക്ക് ചോദ്യത്തെ മാറ്റി എഴുതാൻ പറ്റും അല്ലേ? ഓരോ 900 ഗ്രാം വിൽക്കുമ്പോഴും 100 ഗ്രാമിൻ്റെ വില ലാഭമായി ലഭിക്കും. അങ്ങനെ വന്നാൽ ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ 100 എന്ന് പറഞ്ഞ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ അവിടെ തന്നെ ടൈപ്പ് 8 തന്നെ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുവാണ്. ഒരാൾ 33 മീറ്റർ തുണി വിറ്റപ്പോൾ 11 മീറ്റർ തുണിയുടെ വില ലാഭമായി ലഭിച്ചാൽ, മുമ്പേ വില ലാഭമായി ലഭിച്ചാൽ എന്നായിരുന്നു. ആ വില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാങ്ങിയ വിലയായിരുന്നു.
ഇവിടെ വിറ്റ വില ലാഭമായി ലഭിച്ചാൽ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് ടൈപ്പ് 8 തന്നെ മറ്റൊരു ചോദ്യമാണ്. ഇവിടെ വില ലാഭമായി ലഭിച്ചാൽ എന്നല്ല, പകരം വിറ്റ വില ലാഭമായി ലഭിച്ചാൽ എന്നാണ്. വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാനാണ് ചോദ്യം അല്ലേ. അപ്പം ടൈപ്പ് 8 കോമൺ പ്രത്യേകത എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെ ലാഭം അല്ലെങ്കിൽ നഷ്ടം പറയുന്ന ചോദ്യങ്ങളാണ് ടൈപ്പ് 8 ചോദ്യങ്ങൾ അല്ലേ. ഇവിടെ 33 മീറ്റർ തുണി വിറ്റപ്പോൾ 11 മീറ്റർ തുണിയുടെ വില ലാഭം കിട്ടിയെന്ന ആണോ, വിറ്റ വില ലാഭം കിട്ടിയെന്ന. അപ്പം എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെ ലാഭം പറഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വന്നേക്കുന്നത് വിറ്റ വില ലാഭമായി ലഭിച്ചു. ഇങ്ങനെ വന്നാൽ ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ ശ്രദ്ധിച്ചോ മക്കളെ. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വ്യത്യാസം ഇൻറ്റു 100 ആയിരിക്കും. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വ്യത്യാസം ഇൻറ്റു 100 ആണ്. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വ്യത്യാസം ഇൻറ്റു 100 ആണ്. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാ? 11. വ്യത്യാസം എത്രയാ? വലുതും ചെറുതും നമ്മൾ വ്യത്യാസം 22 ആണ്. ഇൻറ്റു 100 ആണ് നമ്മുടെ ഉത്തരം. ആൻസർ 50% എന്നാണ് കിട്ടുന്നത്. 50% എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇത് കാണാതെ പഠിക്കണം. വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ ചോദിച്ചാൽ, വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ ചോദിച്ചാൽ ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വ്യത്യാസം ഇൻറ്റു 100 ചെയ്യണം. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വ്യത്യാസം ഇൻറ്റു 100 ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 50% 50%. മുന്നോട്ട് അടുത്ത ചോദ്യം. ഒരാൾ 50 ഓറഞ്ചുകൾ വിറ്റപ്പോൾ 10 ഓറഞ്ചുകളുടെ വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം എത്ര? എനിക്കറിയാം വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ, വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ എന്താ ചെയ്യണ്ടേ? വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ എന്താ ചെയ്യണ്ടേ? നമുക്കറിയാം ചെറിയ സംഖ്യ ബൈ വ്യത്യാസം ഇൻറ്റു 100. ചെറിയ സംഖ്യ 10 അല്ലേ? ഓക്കെ, വ്യത്യാസം എത്രയാ? 10ഉം 50ഉം തമ്മിലുള്ളത് 40. 10 ബൈ 40 ഇൻറ്റു 100. വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ ചെറിയ സംഖ്യ ബൈ വ്യത്യാസം ഇൻറ്റു 100 അല്ലേ. നമുക്ക് ആൻസർ 25% എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ 45 പേനകൾ വിറ്റപ്പോൾ 20 പേനകളുടെ വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം. വിറ്റ വില ലാഭമായി ലഭിച്ചാൽ നമുക്ക് ലാഭശതമാനം കാണാൻ ഇക്വേഷൻ ചെറിയ സംഖ്യ ബൈ വ്യത്യാസം ഇൻറ്റു 100. ചെറിയ സംഖ്യ 20 ആണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 25 ഇൻറ്റു 100 നമ്മുടെ ഉത്തരവായിട്ട് വരും അല്ലേ. സോ ഇതും കൂടെ വെട്ടിപ്പോയി 4 തവണ അല്ലേ. ആൻസർ 80% ലാഭം എന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ഒരാൾ 36 സൈക്കിളുകൾ വിറ്റപ്പോൾ 4 സൈക്കിളുകളുടെ വിറ്റ വില നഷ്ടമായാൽ, പാറ്റേൺ മാറി. വിറ്റ വില ലാഭമായി ലഭിച്ചാൽ എന്നല്ല, വിറ്റ വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്ര? അപ്പം എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെയാണ് ലാഭവും നഷ്ടവും പറഞ്ഞേക്കുന്നത്. 36 സൈക്കിൾ വിറ്റപ്പോൾ 4 സൈക്കിളുകൾ വിറ്റ വില നഷ്ടമായിരുന്നു. അപ്പം എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെ ലാഭവും നഷ്ടവും പറയുന്നു. ഇനി അതിൽ വിറ്റ വില നഷ്ടമായാൽ എന്നാണ്. ഓർക്കുക, വിറ്റ വില നഷ്ടമായാൽ വിറ്റ വില നഷ്ടമായാൽ നഷ്ടശതമാനം കാണാൻ, വിറ്റ വില നഷ്ടമായാൽ നഷ്ടശതമാനം കാണാനുള്ള ഇക്വേഷൻ മക്കളെ ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വ്യത്യാസം എന്നതിന് പകരം തുകയാണ്. ഇൻറ്റു 100 ചെയ്യണം. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ തുക ഇൻറ്റു 100 ആണ്. കാണാതെ പഠിക്കണേ, കൺഫ്യൂഷൻ ആവുന്നതാണ് ഈ ടൈപ്പ് 8 ആകെ. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ടും വൃത്തിയായിട്ട് കാണാതെ പഠിക്കണം എന്ന് പറയുന്നത്. അത് ലോജിക്ക് വെച്ച് ചെയ്യാൻ പോയാൽ കൂടുതൽ കൺഫ്യൂഷൻ ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് കാണാതെ പഠിക്കണം. വിറ്റ വില നഷ്ടമായാൽ നഷ്ടശതമാനം കാണാൻ ചെറിയ സംഖ്യ ബൈ തുക ഇൻറ്റു 100 ചെയ്യണം. ചെറിയ സംഖ്യ എത്രയാ? 4. തുക എന്ന് പറഞ്ഞാൽ എത്രയാ? 36ഉം 4ഉം കൂടെ 40 ഇൻറ്റു 100 നമ്മുടെ ഉത്തരമായിട്ട് വരും. 4 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100. ഇതും കൂടെ വെട്ടിക്കളയാം. 10
100/10 ആൻസർ 10% എന്ന് കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ 10%. ഓപ്ഷൻ ബി കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം, ഒരാൾ 24 ഉൽപ്പന്നങ്ങൾ വിറ്റപ്പോൾ 6 ഉൽപ്പന്നങ്ങളുടെ വിറ്റ വില നഷ്ടമായാൽ, അല്ലെ, വിറ്റ വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്ര? വിറ്റ വില നഷ്ടമായാൽ നഷ്ടശതമാനം. മക്കളെ നോക്കിക്കേ, വിറ്റ വില നഷ്ടമായാൽ നഷ്ടശതമാനം കാണാൻ എന്താ ഇക്വേഷൻ? ചെറിയ സംഖ്യ ബൈ തുക ഇൻറ്റു 100 ചെറിയ സംഖ്യ 6, തുക എന്ന് പറഞ്ഞാൽ 24 6 30 ഇൻറ്റു 100 ആണോ? 6 30 കൂടെ വെട്ടിക്കളയാൻ 5 തവണ 100/5 ആൻസർ 20% എന്നാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 20%. ഇതാണ് നമ്മുടെ ടൈപ്പ് 8 ചോദ്യങ്ങൾ. ഇതാണ് നമ്മുടെ ടൈപ്പ് 8 ചോദ്യങ്ങൾ. ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞു തരാം, കൺഫ്യൂഷൻ ആവാതെ. നിങ്ങൾ ഇങ്ങനെ ഒന്നും കൂടെ എഴുതി വെക്കാൻ ശ്രമിക്കുക, അപ്പം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും പഠിക്കാനും എളുപ്പമാണ്. എന്താണ് ടൈപ്പ് 8 ചോദ്യങ്ങളുടെ കോമൺ പ്രത്യേകത? ടൈപ്പ് 8 ചോദ്യങ്ങളുടെ കോമൺ പ്രത്യേകത എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെ ലാഭവും നഷ്ടവും പറയുന്ന ചോദ്യങ്ങൾ, അല്ലേ? അപ്പം എങ്ങനെ ടൈപ്പ് 8 ചോദ്യങ്ങൾ തിരിച്ചറിയും? എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെ ലാഭവും നഷ്ടവും പറയുന്ന ചോദ്യങ്ങളാണ് ടൈപ്പ് 8 ചോദ്യങ്ങൾ. കേൾക്കുന്നുണ്ടല്ലോ? അപ്പോൾ ടൈപ്പ് 8 ചോദ്യങ്ങൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഒരു ചോദ്യം കാണുമ്പോൾ അതിൽ എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെ ലാഭവും നഷ്ടവും പറയുന്നുണ്ടോ നോക്കുക. അത് ടൈപ്പ് 8 ചോദ്യങ്ങളാണ്. ഇനി ടൈപ്പ് 8 ചോദ്യങ്ങളിൽ തന്നെ 4 വേരിയേഷൻസ് ഉണ്ട്. ഒന്ന് എന്താ? ഒന്ന് എന്ന് പറഞ്ഞാൽ ഇതാണ്, ശ്രദ്ധിച്ചോ, വില ലാഭമായി ലഭിച്ചാൽ എന്ന് വരും. വില ലാഭമായി ലഭിച്ചാൽ, അല്ലേ? വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം എത്ര എന്ന് ചോദിക്കും, ആണോ? വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ എന്താ ഇക്വേഷൻ? ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100. ഇതാണ് ഒന്നാമത്തെ വേരിയേഷൻ. അതായത് എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ തന്നെ ലാഭം പറയുന്നുണ്ട്, അതോടൊപ്പം വില ലാഭമായി ലഭിച്ചു എന്ന് ചോദ്യത്തിലുണ്ട്. അങ്ങനെ വന്നാൽ ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ 100. ഇവിടെ വില എന്നുദ്ദേശിക്കുന്നത് വാങ്ങിയ വിലയെയാണ്. വില എന്നുദ്ദേശിക്കുന്നത് വാങ്ങിയ വിലയെയാണ്. വില എന്നുദ്ദേശിക്കുന്നത് വാങ്ങിയ വിലയാണ്. ഇനി അടുത്തത്, വില ലാഭമായി ലഭിച്ചു എന്നതിന് പകരം വില നഷ്ടമായി എന്ന് വരും. വില നഷ്ടമായി, അല്ലെ? വില നഷ്ടമായാൽ വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്ര എന്ന് ചോദിക്കും. നഷ്ടശതമാനം ആണോ? അങ്ങനെ വില നഷ്ടമായാൽ നഷ്ടശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്ത് തന്നെ? സെയിം തന്നെ, ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100. സെയിം ഇക്വേഷൻ തന്നെയാണ് നമുക്ക് നഷ്ടശതമാനം കാണാനും യൂസ് ചെയ്യണം. അപ്പോൾ അതിന് രണ്ടിനും ഒരേ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ വില എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെ? വാങ്ങിയ വിലയാണ്. വില എന്ന് ഉദ്ദേശിക്കുന്നത് വാങ്ങിയ വില തന്നെയാണ് എന്നോർത്തോണം. ശരി, അടുത്തതാണ് വിറ്റ വില ലാഭമായി ലഭിച്ചാൽ. ഓക്കെ, വിറ്റ വില ലാഭമായി ലഭിച്ചാൽ, വിറ്റ വില ലാഭമായി ലഭിച്ചാൽ എന്ന് വരും, അല്ലേ? വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം എത്ര എന്ന് ചോദിക്കും. വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം ആണോ? ലാഭശതമാനം കാണാൻ അവിടുത്തെ ഇക്വേഷൻ ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ, ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വ്യത്യാസം ഇൻറ്റു 100. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വ്യത്യാസം ഇൻറ്റു 100 ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ. ചെറിയ സംഖ്യ ബൈ വ്യത്യാസം ഇൻറ്റു 100. ഇനി അടുത്തത് വിറ്റ വില നഷ്ടമായാൽ, അല്ലേ? വിറ്റ വില നഷ്ടമായാൽ നഷ്ടശതമാനം കാണാൻ ചോദിക്കും. വിറ്റ വില നഷ്ടമായാൽ നഷ്ടശതമാനം കാണാൻ ചോദിക്കും. അങ്ങനെ നഷ്ടശതമാനം കാണാൻ ചോദിച്ചാൽ അവിടുത്തെ ഇക്വേഷൻ സെയിം അല്ല. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ തുക ഇൻറ്റു 100. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ തുക ഇൻറ്റു 100. ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ തുക ഇൻറ്റു 100. ഇതാണ് ടൈപ്പ് 8 ചോദ്യങ്ങളിലെ ഒരു സംഗ്രഹം. അപ്പോൾ ടൈപ്പ് 8 ചോദ്യങ്ങൾ എല്ലാം കോമൺ ആയിട്ട് എന്താണോ വിൽക്കുന്നത് അതിൻ്റെ അളവിൽ ലാഭം പറയുന്ന ചോദ്യങ്ങളാണ്. അതിൽ തന്നെ 4 വേരിയേഷൻസ് വരാം. വാങ്ങിയ വില ലാഭമായി ലഭിച്ചാൽ, വാങ്ങിയ വില നഷ്ടമായാൽ, വിറ്റ വില ലാഭമായി ലഭിച്ചാൽ, വിറ്റ വില നഷ്ടമായാൽ. ഇങ്ങനെ വന്നാൽ ശ്രദ്ധിച്ച് ഉത്തരം തെറ്റിപ്പോകാതെ ചെയ്യാൻ ശ്രമിക്കണം. ഒരാൾ 11 ഓറഞ്ചുകൾ 10 രൂപയ്ക്ക് വാങ്ങി 10 ഓറഞ്ചുകൾ 11 രൂപയ്ക്ക് വിറ്റാൽ
ആ കച്ചവടത്തിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം എന്നതാണ് നമ്മുടെ 9ാമത്തെ ടൈപ്പ് ചോദ്യം. നമുക്കൊന്ന് എടുത്തെഴുതി വെക്കാം. ഒരാള് 11 ഓറഞ്ചുകൾ അല്ലേ, അയാൾ 11 ഓറഞ്ചുകൾ 10 രൂപയ്ക്ക് വാങ്ങി. 10 രൂപയ്ക്ക് വാങ്ങി ആണോ? 11 ഓറഞ്ചുകൾ 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് 10 ഓറഞ്ചുകൾ 11 രൂപയ്ക്ക് വിറ്റു. 11 രൂപയ്ക്ക് വിറ്റു. ഇങ്ങനെ ഒരു കച്ചവടം നടത്തിയാൽ ആ കച്ചവടത്തിൽ അയാൾക്ക് ലാഭമാണോ ഉണ്ടാകുന്നത് നഷ്ടമാണോ ഉണ്ടാകുന്നത്, അത് എത്ര ശതമാനമായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ ഒരാൾ 11 ഓറഞ്ചുകൾ 10 രൂപയ്ക്ക് വാങ്ങി 10 ഓറഞ്ചുകൾ 11 രൂപയ്ക്ക് വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? മക്കളെ, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ഇതിൻ്റെ ഷോർട്ട് മെത്തേഡ് ആദ്യം പറഞ്ഞു തരാം. ഷോർട്ട് മെത്തേഡ് ഇത്രയേ ഉള്ളൂ. 11 ഓറഞ്ച് 10 രൂപയ്ക്ക് വാങ്ങി 10 ഓറഞ്ച് 11 രൂപയ്ക്ക് വിറ്റു. ഇങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. അതെടുത്ത് എഴുതി വെക്കുക. എന്നിട്ട് ഇത് തമ്മിൽ ഗുണിക്കുക. 11 × 11 121 മൈനസ് ചിഹ്നം കൊടുക്കുക. ഇത് തമ്മിൽ ഗുണിക്കുക. 10 × 10 100 അല്ലേ. രണ്ടാമത് കിടക്കുന്ന സംഖ്യ ഏതാണോ അത് തന്നെ താഴേക്ക് ഇറക്കി എഴുതുക. രണ്ടാമത് 100 ആയതുകൊണ്ട് 100 തന്നെ താഴേക്ക് ഇൻറ്റു ഒരു 100 കൂടെ ചെയ്യുക. ഇതായിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇതും വെട്ടിപ്പോയി. 121 100 കുറച്ചാൽ നമ്മുടെ ആൻസർ 21% എന്ന് കിട്ടും. ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയുന്ന ചിഹ്നം നോക്കിയ, ചിഹ്നം പ്ലസ് ആണെങ്കിൽ ആ കച്ചവടത്തിൽ ലാഭമാണ്, ചിഹ്നം മൈനസ് വന്നാൽ ആ കച്ചവടത്തിൽ നഷ്ടമാണ് എന്നർത്ഥം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 21% ലാഭം എന്നാണ്. 21% ലാഭം എന്നാണ്. ഇതാണ് ഈ കണക്ക് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ്. ഒന്നുകൂടെ പറയാം. 11 ഓറഞ്ച് 10 രൂപയ്ക്ക് വാങ്ങി 10 ഓറഞ്ച് 11 രൂപയ്ക്ക് വിറ്റു. ഇങ്ങനൊരു കച്ചവടം നടത്തിയാൽ കച്ചവടത്തിൽ അയാൾക്ക് ലാഭമാണോ ഉണ്ടാകുന്നത് നഷ്ടമാണോ ഉണ്ടാകുന്നത് എത്ര ശതമാനം എന്ന ചോദ്യം ചോദിച്ചാൽ ചെയ്യാനുള്ള മാർഗം ഞാൻ പറഞ്ഞു. എടുത്തെഴുതി വെക്കുക. എന്നിട്ട് ആദ്യം എക്സ് പോലെ ക്രോസ് ചെയ്യുക. രണ്ടാമത്തെ വാല്യൂ തന്നെ താഴേക്ക് ഇറക്കി എഴുതുക. ഇവിടെ രണ്ടാമത് 100 ആയതുകൊണ്ട് താഴെ 100, രണ്ടാമത് 50 ആയിരുന്നെങ്കിൽ താഴെ 50 എഴുതണമായിരുന്നു. ഇൻറ്റു 100 സോൾവ് ചെയ്യുന്നതാണ് ആൻസർ. ഉത്തരം പ്ലസ് ആണെങ്കിൽ ലാഭം, മൈനസ് വന്നാൽ നഷ്ടത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും വില രണ്ടാമത് വരത്തക്ക രീതിയിൽ എടുത്തെഴുതിക്കണം. അതായത് എണ്ണം ആദ്യവും വില രണ്ടാമതും ആയിരിക്കണം. ഇത് എണ്ണമായിരിക്കണം. ഈ കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തേക്കണം കേട്ടോ. എണ്ണം ആദ്യവും വില രണ്ടാമതും ആയിരിക്കണം. അങ്ങനെയേ എടുത്തെഴുതാവുള്ളൂ. ചോദ്യത്തിൽ ചിലപ്പം ഓർഡർ തിരിച്ചൊക്കെ ആയിരിക്കും തരുന്നത്. ചോദ്യം എങ്ങനെ തന്നാലും നിങ്ങൾ എടുത്തെഴുതി വെക്കുമ്പോൾ എണ്ണം ആദ്യം സൂചിപ്പിക്കണം, വില രണ്ടാമത് സൂചിപ്പിക്കണം. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്താലേ നമ്മൾ പറഞ്ഞതുപോലെ കറക്റ്റ് ഉത്തരം കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഷോർട്ട് മെത്തേഡ്. ഇനി ഇതിൻ്റെ കൺസെപ്റ്റ് നോക്കാനാണെങ്കിൽ അത് കുറച്ച് ലെങ്തിയാണ് മക്കളെ. 11 ഓറഞ്ച് 10 രൂപയ്ക്ക് വാങ്ങിയെന്നല്ലേ. അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ വില കണ്ടുപിടിക്കാം. ഒരു ഓറഞ്ചിൻ്റെ വില 10/11 രൂപ. ഇനി 10 ഓറഞ്ച് 11 രൂപയ്ക്ക് വിറ്റെന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് വിറ്റ് വില കണ്ടുപിടിക്കാം. അത് 11/10 ആണ്. അപ്പോൾ ഒരു ഓറഞ്ച് വാങ്ങിയത് 10/11 രൂപയ്ക്ക്, ഓരോ ഓറഞ്ച് വിറ്റത് 11/10 രൂപയ്ക്ക്. ഇനി ഓരോ ഓറഞ്ചിൻ്റെ ലാഭം കണ്ടുപിടിക്കാം. ഓരോ ഓറഞ്ച് വിൽക്കുമ്പോൾ ലാഭ ശതമാനം കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് എത്ര ഓറഞ്ച് വിറ്റാലും കിട്ടുന്നത്. അപ്പോൾ അവിടെ മുഴുവൻ ഭിന്നസംഖ്യകളൊക്കെ വരും. സോൾവ് ചെയ്തെടുക്കാൻ താമസമാകും. അതുകൊണ്ട് ഇത്തരം കണക്കുകൾ വന്നാൽ ഇതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അപ്പം നിങ്ങൾ ഓർക്കും സാറേ ഇതിപ്പോൾ ഒരേപോലെയല്ലേ 11 11 10 10 ഇങ്ങനെ ഒരേ ഓർഡറിൽ വരണം. അങ്ങനെയൊന്നുമില്ല. ഒരേ ഓർഡറിൽ വന്നിട്ടുണ്ട് പലപ്പോഴും. ഇനി ഒരേ ഓർഡറിൽ തന്നെ വരണം എന്നൊന്നുമില്ല. വ്യത്യസ്ത സംഖ്യകളൊന്നും വന്നാൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ശരി, മുന്നോട്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരാൾ 6 പേനകൾ 5 രൂപയ്ക്ക് വാങ്ങി 5 പേനകൾ 6 രൂപയ്ക്ക് വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? അല്ലേ, 6 പേനകൾ 5 രൂപയ്ക്ക് വാങ്ങി ആണോ? 6 പേനകൾ 5 രൂപയ്ക്ക് വാങ്ങി 5 പേനകൾ 6 രൂപയ്ക്ക് വിറ്റാൽ 5 പേനകൾ 6 രൂപയ്ക്ക് വിറ്റാൽ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം? 6 പേനകൾ 5 രൂപയ്ക്ക് വാങ്ങി 5 പേനകൾ 6 രൂപയ്ക്ക് വിറ്റാൽ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഇതിങ്ങനെ ക്രോസ് ചെയ്യുക. അങ്ങനെയല്ലേ മക്കളെ? 6 6 36 മൈനസ് ഇതിങ്ങനെ ക്രോസ് ചെയ്യുക. 5 25
ഡിവൈഡഡ് ബൈ ആണോ, രണ്ടാമത് എഴുതിയ സംഖ്യ തന്നെ താഴേക്ക് ഇറക്കി എഴുതുക, 25 ഇൻറ്റു 100 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത് ആണോ. അതായത് വ്യത്യാസം 11/25 ഇൻറ്റു 100. 11/25 ഇൻറ്റു 100 നമുക്ക് എത്ര കിട്ടും? 44% എന്ന ആൻസർ കിട്ടും. 44% എന്ന ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ 44% ലാഭമല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത് എഴുതി ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എണ്ണം എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ? ഇവിടെയാണ് നമ്മൾ വില എഴുതിയേക്കുന്നത്. ഒരു സ്ഥലത്ത് എണ്ണവും ഒരു സ്ഥലത്ത് നമ്മൾ അതിൻ്റെ വിലയും എഴുതി. വില രണ്ടാമതായി വരത്തക്ക രീതിയിൽ എപ്പോഴും എടുത്തെഴുതണം എന്ന കാര്യം മറക്കരുത്. ഇങ്ങനെ ക്രോസ് ചെയ്യുക, എക്സ് പോലെ രണ്ടാമത്തെ സംഖ്യ തന്നെ താഴേക്ക് എഴുതുക, ഇൻറ്റു 100 ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ് മക്കളെ. ഒരാൾ 12 പേപ്പറുകൾ 10 രൂപയ്ക്ക് വാങ്ങി 6 പേപ്പറുകൾ 8 രൂപയ്ക്ക് വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? അല്ലേ, എടുത്തെഴുതുമ്പം 12 പേപ്പറുകൾ അല്ലേ, 12 പേപ്പറുകൾ എത്ര രൂപയ്ക്ക് വാങ്ങി? 10 രൂപയ്ക്ക് വാങ്ങി എന്നാ പറഞ്ഞേക്കുന്നത് ആണോ. എന്നിട്ട് പറയുവാണ് 6 പേപ്പറുകൾ അല്ലേ, 6 പേപ്പറുകൾ 8 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം എന്ന് നോക്കണം. ഇത് എണ്ണമല്ലേ മക്കളെ? എണ്ണം എപ്പോഴും ആദ്യവും വില എപ്പോഴും രണ്ടാമതും വരണം. ഇനി നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ആണോ, ഇങ്ങനെ ക്രോസ് ചെയ്യണം. അപ്പോൾ 12 × 8 96 മൈനസ് 60 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100. രണ്ടാമത്തെ സംഖ്യ തന്നെയാണ് താഴേക്ക് ഇറക്കി ചെയ്തിട്ടുണ്ട് അല്ലേ. സോ നമുക്കറിയാം 36 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100. 36 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100 ഉത്തരം. വെട്ടി ചെറുതാക്കാം മക്കളെ. 6 വെച്ച് വെട്ടിക്കളഞ്ഞാൽ ഇത് 6 തവണ, 6 വെച്ച് വെട്ടിക്കളഞ്ഞാൽ ഇത് 10 തവണ. സോ ഈ 0 വെട്ടിക്കളയാം. ആൻസർ 6 × 10 എത്ര കിട്ടിക്കോളും? 60%. ഉത്തരം പ്ലസ് ആയതുകൊണ്ട് കച്ചവടത്തിൽ ലാഭം എന്നർത്ഥം. 60% ലാഭമാണ് ഉത്തരവായിട്ട് വരുന്നത്. ചെയ്തതിൽ സംശയമൊന്നുമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരാൾ 10 രൂപയ്ക്ക് 6 നാരങ്ങകൾ വാങ്ങി 6 രൂപയ്ക്ക് 4 നാരങ്ങകൾ വിറ്റാൽ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ദേ നോക്കിക്കേ, 10 രൂപയ്ക്ക് അല്ലേ, 10 രൂപയ്ക്ക് 6 നാരങ്ങകൾ വാങ്ങി ആണോ. എന്നിട്ട് പറയുവാണ് 6 രൂപയ്ക്ക് 4 നാരങ്ങകൾ വിറ്റാൽ കച്ചവടത്തിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 10 രൂപയ്ക്ക് 6 നാരങ്ങകൾ വാങ്ങി 6 രൂപയ്ക്ക് 4 നാരങ്ങകൾ വിറ്റാൽ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ശരിയല്ലേ മക്കളെ? ചെയ്യാൻ എന്ത് ചെയ്യണം? എങ്ങനെ ഇത് ചെയ്തെടുക്കുന്നേ? നമ്മൾ നോക്കിയേ, ഇവിടെ രൂപ ആദ്യവും എണ്ണം രണ്ടാമതുമായിട്ട് തന്നേക്കുന്നത്. ഇങ്ങനെ തന്നാൽ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പഠിച്ച പ്രകാരമാണെങ്കിൽ ആദ്യം എണ്ണവും രണ്ടാമത് രൂപയും വരണം, വേണ്ടേ? അപ്പോൾ ഈ ചോദ്യത്തെ തിരിച്ചെഴുതുക. 10 രൂപയ്ക്ക് 6 നാരങ്ങ വാങ്ങി എന്നുള്ളതിനെ 6 നാരങ്ങ 10 രൂപയ്ക്ക് വാങ്ങി എന്നാക്കാമല്ലോ. 6 നാരങ്ങ 10 രൂപയ്ക്ക് വാങ്ങി അല്ലേ. ഇനി 4 നാരങ്ങ 6 രൂപയ്ക്ക് വിറ്റാൽ കണ്ടോ, ചോദ്യത്തിൽ തന്ന ക്രമം ഇതാണ്. ഞാൻ അതിനെ ഈ ക്രമത്തിലേക്ക് മാറ്റി എഴുതി. കാരണം വില രണ്ടാമതായിട്ട് വന്നാലേ നമ്മൾ പഠിച്ചത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ക്രോസ് ചെയ്യുക. 6 36 മൈനസ് 4 × 10 40 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ വാല്യൂ തന്നെ താഴേക്ക് ഇറക്കി എഴുതുക, 40 ഇൻറ്റു 100 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ശരിയല്ലേ? -4/40 ഇൻറ്റു 100 അല്ലേ മക്കളെ ഉത്തരം? -4/40 ഇൻറ്റു 100 അല്ലേ. ഈ ഒരു 0 വെട്ടിപ്പോയി, 4 വെട്ടിപ്പോയി. ആൻസർ -10 എന്ന് വരും അല്ലേ. -10. അതായത് കച്ചവടത്തിൽ 10% നഷ്ടമാണ് സംഭവിക്കുന്നത്. കച്ചവടത്തിൽ 10% നഷ്ടമാണ് സംഭവിക്കുന്നത്.
അല്ലേ? അപ്പോൾ ഈ ഒരു പാറ്റേൺ ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എന്താ മക്കളെ ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത? ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ എണ്ണം കുറേ രൂപയ്ക്ക് വാങ്ങി വേറെ കുറേ എണ്ണം വേറെ കുറേ രൂപയ്ക്ക് വിറ്റു എങ്കിൽ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം ചോദിക്കും. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ടൈപ്പ് 9 അല്ലേ? കുറേ എണ്ണം കുറേ രൂപയ്ക്ക് വാങ്ങി വേറെ കുറേ എണ്ണം വേറെ കുറേ രൂപയ്ക്ക് വിറ്റു. ഇങ്ങനെ ഒരു കച്ചവടം നടത്തിയ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം. നമുക്കറിയാം വില രണ്ടാമതായി വരത്തക്ക രീതിയിൽ എടുത്തെഴുതണം, ക്രോസ് ചെയ്ത് നോക്കണം, രണ്ടാമത്തെ വാല്യൂ താഴേക്ക് എഴുതണം, ഇൻറ്റു 100 ഉത്തരം. ടൈപ്പ് 9 കാണാതെ മനസ്സിലാക്കി പഠിച്ചോണം മക്കളെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നത് ഒരു ചോദ്യങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും പോകുന്ന അങ്ങനത്തെ പ്രശ്നമുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് ഓരോ ടൈപ്പും നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ് അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന പ്രശ്നം ഒരു ചോദ്യം കാണുമ്പോൾ ഇത് നമ്മൾ പഠിച്ച മോഡലാണോ പഠിക്കാത്തതാണോ അല്ലെങ്കിൽ കണ്ട ചോദ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ചാപ്റ്റർ ബാക്കിയുള്ള ചാപ്റ്റർ റിവിഷൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തവണ റിവിഷൻ ചെയ്ത് പഠിക്കേണ്ട വരും. എങ്കിലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ.